നമ്മോട് സംസാരിക്കുന്നത് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന സമിതി അംഗമായ നമ്മുടെ മുഖ്യാതിഥി SM സൈനുദ്ദീൻ സാഹിബാണ്. പ്രഭാഷണം നിർവഹിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ വളരെ സമാദരപൂർവ്വം ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. يا أيها المزمل قم الليل إلا قليلا نصفه وانقص منه قليلا أو زد عليه ورتل القرآن ترتيلا إنا سنلقي عليك قولا ثقيلا. صدق الله العلي العظيم. വേദിയിലും സദസ്സിലുമുള്ള KG-യുടെയും യൂത്ത് ഇന്ത്യയുടെയും അഭിവന്ദരായ നേതാക്കളെ, മഹത്തായ സംഗമത്തിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സർവശക്തനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെയും ഈ സംഗമത്തെയും അനുഗ്രഹിക്കുകയും ഇഹത്തിലും പരത്തിലും പ്രയോജനകരമായ അമലായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, കുവൈത്തിലെ പ്രവാസി മലയാളികളുടെ വലിയൊരു കൂട്ടായ്മയാണ് ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. പ്രവാസത്തിന്റെ വേദനകളിലും ദുഃഖങ്ങളിലും അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇസ്ലാമിന്റെയും ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെയും വളർച്ചയ്ക്കും ഔന്നത്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന നിങ്ങളെ എല്ലാവരെയും സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ പേരിൽ ആദ്യമായി അഭിവാദ്യം ചെയ്യുകയാണ്. പരിശുദ്ധമായ റമളാൻ മാസം ഇസ്ലാമിക മുന്നേറ്റങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ചരിത്രപരവും വിശ്വാസപരവുമായ നിരവധി പ്രാധാന്യങ്ങളുള്ള മാസമാണ്. വിശുദ്ധ ഖുർആന്റെ അവതരണത്തിനും മഹാനായ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രംഗപ്രവേശനത്തിനും സാക്ഷിയായ മാസമാണ് റമളാൻ എന്നുള്ളതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഖുർആൻ കടന്നു വരുവാനും നാം ഖുർആന്റെ
പ്രചാരകരായി നേരത്തെ ഇവിടെ ഉദ്ഘാടകൻ സൂചിപ്പിച്ചതുപോലെ ഖുർആന്റെ വക്താക്കളായി രംഗത്ത് വരുവാനുമുള്ള ഒരു സന്ദർഭമാണ് റമളാൻ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ രണ്ട് സവിശേഷതകളെ മാറ്റിവെച്ചുകൊണ്ട് റമളാനെ നമുക്ക് സമീപിക്കാൻ സാധിക്കുകയില്ല. ഈ രണ്ട് യാഥാർത്ഥ്യങ്ങളെ ഏറ്റുവാങ്ങിക്കൊണ്ടല്ലാതെ റമളാനോട് നമുക്ക് വിട ചോദിക്കുവാനും കഴിയുകയില്ല. കാരണം റമളാന്റെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളാണ് ഇവ രണ്ടും. ഖുർആന്റെയും നുബുവത്തിന്റെയും ലക്ഷ്യങ്ങളിലേക്ക് നമ്മെ സജ്ജീകരിക്കുന്ന കഠിനമായ ഒരു ശ്രമത്തിന്റെ, കഠിനമായ ഒരു അധ്വാനത്തിന്റെ സന്ദർഭമാണ്, ജിഹാദിന്റെ സന്ദർഭമാണ് റമളാനിലെ ഓരോ നിമിഷവും. വിശുദ്ധ ഖുർആന്റെ അവതരണം ഏതൊരു ലക്ഷ്യത്തിനായിരുന്നു, ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ സ്വയം വളർന്നു വരിക. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൽ ലിന്നാസ് വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. മനുഷ്യ സമൂഹത്തിന്, മാനവരാശിക്ക് സന്മാർഗ ദർശനമായിട്ടും പ്രസ്തുത സന്മാർഗ ദർശനത്തിന്റെ വിവരണങ്ങളായിട്ടും ധർമാധർമ്മങ്ങളെ പരസ്പരം വേർതിരിക്കുവാനുള്ള ഉരക്കല്ലായിട്ടും വിശുദ്ധ ഖുർആൻ അവതീർണമായ മാസമാണ് റമളാൻ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. ഈ മൂന്ന് അത്ഭുതങ്ങൾ ഉൾക്കൊള്ളുന്ന ഗ്രന്ഥം, മനുഷ്യ സമൂഹത്തിനാകമാനം മാർഗദർശനം പകർന്നുകൊടുക്കുന്ന ഗ്രന്ഥം, ആ മാർഗദർശനത്തിന്റെ വെളിച്ചത്തിലുള്ള ജീവിതം എങ്ങനെയാണ് നയിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ പകർന്നു നൽകുന്ന ഗ്രന്ഥം, ജീവിതത്തിൽ മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന സംഘർഷഭരിതമായ സാഹചര്യത്തിൽ ധർമാധർമ്മ സംഘട്ടനങ്ങളിൽ മനുഷ്യൻ ധർമ്മത്തിന്റെ പക്ഷത്ത് നിലയുറപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ നിർണായകമായ മാർഗദർശനം മനുഷ്യന് പകർന്നു കൊടുക്കുന്ന ഗ്രന്ഥം എന്ന നിലയിൽ ഈ ഖുർആൻ വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് പെയ്തിറങ്ങിയ റമളാനിലെ വളരെ അനുഗ്രഹീതമായ രാവിനെ അതുകൊണ്ട് വിധി നിർണായകമായ മഹത്തായ രാവ് എന്ന് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചു. ആ മഹത്തായ വിപ്ലവത്തിലേക്ക്, മാറ്റത്തിലേക്ക്, പരിവർത്തനത്തിലേക്ക് പ്രവാചകനെ, പ്രവാചകന്റെ അനുചരന്മാരെ, അതുവഴി മാനവരാശിയെ മുഴുവനും വിശുദ്ധ ഖുർആൻ കൈപിടിച്ചുയർത്തിയത്, വിശുദ്ധ ഖുർആൻ നയിച്ചത്, അത് മുന്നോട്ട് വച്ച മഹത്തായ ചില പ്രഖ്യാപനങ്ങളിലൂടെയാണ്. ഖുർആനിൽ ആദ്യമായി അവതരിച്ച സൂറത്ത് അലഖിലെ പ്രസിദ്ധമായ വചനങ്ങൾ നമ്മുടെയൊക്കെ മനസ്സിൽ കിടന്ന് തത്തിക്കളിക്കുന്നുണ്ട്. ഇഖ്റഉ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റഉ വറബ്ബുക്കൽ അക്റം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. വായിക്കുക എന്നുള്ള വലിയ ഒരു പ്രഖ്യാപനത്തോടുകൂടി, പഠിക്കുക എന്ന വലിയ പ്രഖ്യാപനത്തോടുകൂടി അറിവിന്റെ, വായനയുടെ, എഴുത്തിന്റെ, ഇസ്ലാമിക നാഗരികതയുടെ ഏറ്റവും സുപ്രധാനമായ സവിശേഷതയാണ് ഈ അറിവിന്റെ സമ്പാദനം എന്നുള്ളതും അതിന്റെ വിനിമയം എന്നുള്ളതും.
അതുകൊണ്ട് അതിനു വേണ്ടുന്ന സജ്ജീകരണങ്ങൾ ഒരുക്കിക്കൊണ്ട് വായനയിലൂടെ വലിയൊരു വിപ്ലവം തുടങ്ങണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖുർആൻ ആഹ്വാനം ചെയ്യുകയാണ്, അല്ലാഹു കൽപ്പിക്കുകയാണ്. പ്രവാചകൻ നിയോഗിതമായ കാലഘട്ടത്തിന്റെ സവിശേഷതകളും പ്രത്യേകതകളും ഒക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. നിരക്ഷരരായ ഒരു ജനത, വേദപരിജ്ഞാനം ഇല്ലാത്ത ജനത, അക്ഷരാഭ്യാസം ഇല്ലാത്ത ജനത, സാംസ്കാരികമായ നാഗരികമായ ധാർമ്മികമായ വലിയ പിന്നോക്കാവസ്ഥ ചരിത്രത്തിൽ നേരിട്ട ഒരു ഭൂപ്രദേശം. ഡാർക്ക് ഏജ് എന്ന് ചരിത്രകാരന്മാർ അതിനെ വിശേഷിപ്പിച്ചു. ജാഹിലിയ യുഗം എന്ന് ഖുർആൻ ആ കാലഘട്ടത്തെ സംബന്ധിച്ച് രേഖപ്പെടുത്തി വച്ചു. ആ കാലഘട്ടത്തിലേക്ക് ഒരു പരിവർത്തനത്തിന്റെ സന്ദേശവുമായി കടന്നുവരുന്ന ഒരു ഗ്രന്ഥം, ഒരു സന്ദേശം, ഒരു പ്രവാചകൻ തീർച്ചയായിട്ടും അതിന്റെ കാരണമാകാൻ സാധ്യതയുള്ള നിരക്ഷരതയെ ഇല്ലായ്മ ചെയ്യുവാൻ, അറിവില്ലായ്മയെ നീക്കം ചെയ്യുവാൻ, അറിവിന്റെ വെളിച്ചത്തിലൂടെ സമൂഹത്തെ കൈപിടിച്ചുയർത്തുവാൻ തീർച്ചയായിട്ടും ബാധ്യസ്ഥനാണ് എന്ന അടിസ്ഥാനത്തിലാണ് ഖുർആൻ വായന കൊണ്ട് തന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കണം എന്ന് ഖുർആനോട് പ്രവാചകനോട് കൽപ്പിച്ചത്. ആ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുവാൻ തന്റെയും തന്റെ അനുചരന്മാരുടെയും മുഴുവൻ മാനവരാശിയുടെയും പരിവർത്തനത്തിനു വേണ്ടി നിയോഗിതനായ ഒരു പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ദൗത്യം വളരെ ഭാരിച്ചതാണ് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഖുർആന്റെ അവതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവാചക നിയോഗത്തിന്റെ പ്രാരംഭ ദശയെ സംബന്ധിച്ചുള്ള ചരിത്രം വായിക്കുന്ന നമുക്കെല്ലാവർക്കും മനസ്സിലായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് പ്രവാചകൻ ഈ ഭാരം താങ്ങാൻ കഴിയാതെ പ്രയാസപ്പെട്ടു പോയ രംഗം. പ്രവാചകന് പനി ബാധിച്ച് ഉറച്ച് വീട്ടിലേക്ക് പോയ സന്ദർഭം, ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പ്രവാചകനെ പുതപ്പിച്ച് കിടത്തിയ ആശ്വസിപ്പിച്ച സന്ദർഭം. ആ സന്ദർഭത്തിൽ വീണ്ടും മലക്ക് വന്നുകൊണ്ട്, ജിബ്രീൽ വന്നുകൊണ്ട് പ്രവാചകനോട് പറയുന്നുണ്ട്, യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീല നിസ്ഫഹു അവ ഖുസ് മിൻഹു ഖലീല ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീല ഇന്നാ സനുൽഖി അലൈക ഖൗലൻ ഫഖീല. പുതച്ചുമൂടി കിടക്കുന്നവനെ എഴുന്നേൽക്കുക, രാത്രിയിൽ അല്പമൊഴികെ ബാക്കി വളരെ വിശാലമായ ഒരു വിഷയമാണത്. താങ്കൾ എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കുക, വിശുദ്ധ ഖുർആൻ സാവകാശം വായിക്കുക, പാരായണം ചെയ്യുക. അതിന്റെ സന്ദേശങ്ങൾ താങ്കളെ ഇന്നാ സനുൽഖി അലൈക ഖൗലൻ ഫഖീല, ഭാരിച്ച ഒരു ദൗത്യമാണ് താങ്കളെ ഈ രാവിൽ നാം ഏൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അത് ഏറ്റെടുക്കുവാൻ താങ്കൾക്ക് ചില കഴിവുകൾ, യോഗ്യതകൾ ആവശ്യമാണ്. അത് ആർജിച്ചെടുത്തുകൊണ്ടല്ലാതെ ഈ ദൗത്യവുമായി മുന്നോട്ട് പോകുവാൻ കഴിയുകയില്ല. ഇതിന്റെ ഭാരിച്ച ഉത്തരവാദിത്തം താങ്കൾക്ക് ഏറ്റെടുക്കാൻ കഴിയുകയില്ല. ഇന്നാ സനുൽഖി അലൈക ഖൗലൻ ഫഖീല. അതുകൊണ്ട് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ അത്ഭുതമായ വിശുദ്ധ ഖുർആന്റെ അവതരണത്തിലൂടെ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുമലിൽ ഏൽപ്പിക്കപ്പെട്ട ആ വലിയ ഭാരം ഏറ്റെടുക്കുവാൻ പ്രവാചകനെ മാനസികമായി, ആത്മീയമായി, ശാരീരികമായി സ്ഫുടം ചെയ്തെടുക്കുവാനുള്ള വലിയ ഒരു പ്രക്രിയ കൂടി വിശുദ്ധ ഖുർആൻ പ്രവാചകന്റെ മുമ്പിൽ അവതരിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ആ അടിസ്ഥാനത്തിലുള്ള ആ പ്രക്രിയയിലേക്ക് നമ്മെയും നാം പ്രവേശിപ്പിക്കുന്ന, നമ്മെയും വിധേയമാക്കുന്ന വലിയ ഒരു അവസരമാണ് റമളാൻ മാസം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് സാമ്പ്രദായികമായ ഒരു ചടങ്ങിന്റെ, ആചാരത്തിന്റെ മാസമല്ല. മതങ്ങളിൽ പൊതുവെ കാണപ്പെടുന്ന ആചാരം പോലെയുള്ള ലാഘവത്തോടെ നമുക്ക് റമദാനെ സമീപിക്കുവാൻ കഴിയുകയില്ല, വ്രതാനുഷ്ഠാനത്തെയും സമീപിക്കുവാൻ കഴിയുകയില്ല. ഇത് വലിയ ഒരു പരിവർത്തനത്തിലേക്ക് നമ്മെ നയിക്കുന്ന മാസമാണ്. വലിയ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന മാസമാണ്. ആ അർത്ഥത്തിൽ റമളാൻ ലക്ഷ്യം വയ്ക്കുന്ന പരിവർത്തനത്തിലേക്ക് നമ്മൾ നടന്നെടുക്കുവാനും റമളാൻ ഏൽപ്പിക്കുന്ന കനത്ത ഉത്തരവാദിത്തങ്ങളും
ബാധ്യതകളും ശിരസിൽ ഏറ്റുവാങ്ങുവാനും ശേഷമുള്ള ജീവിതത്തിൽ ആ ഉത്തരവാദിത്തത്തിന്റെ മാർഗത്തിൽ ജീവിതത്തെ സമർപ്പിക്കുവാനുമുള്ള വലിയ ഒരു സന്നദ്ധത നാം ആർജിച്ചെടുക്കുവാൻ കഴിയുന്ന അർത്ഥത്തിൽ റമദാന്റെ രാപ്പകലുകളെ നമ്മൾ സജ്ജീകരിക്കേണ്ടതുണ്ട്. ആ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിത വീക്ഷണത്തെ ഇത് സ്വാധീനിക്കണം. നമ്മുടെ സംസ്കാരത്തെയും സ്വഭാവത്തെയും ഇത് സ്വാധീനിക്കണം. നമ്മുടെ ജീവിതത്തെ മുഴുവനും പരിവർത്തിപ്പിക്കുവാൻ പര്യാപ്തമായ സന്ദർഭമായി നമുക്കിതിനെ മനസ്സിലാക്കുവാൻ സാധിക്കേണ്ടതുണ്ട്. പ്രപഞ്ചത്തിലെ വലിയ അത്ഭുതമായിരുന്നു പ്രവാചകന്റെ നിയോഗം എന്ന് നമുക്കറിയാം. ഖുർആന്റെ അവതരണം എന്ന് നമുക്കറിയാം. ഖുർആന്റെ അവതരണത്തിന് മുമ്പുള്ള ഒരു ചരിത്രമുണ്ട്, പ്രവാചകന്റെ നിയോഗത്തിന് മുമ്പുള്ള ഒരു ചരിത്രമുണ്ട്, അതിനുശേഷം ഉള്ള ഒരു ചരിത്രമുണ്ട്. ഈ രണ്ട് ചരിത്രത്തിന്റെയും വ്യത്യാസങ്ങളും വേർതിരിവുകളും ഒക്കെ നമുക്കറിയാം. പ്രവാചകന്റെ നിയോഗത്തിന് ശേഷം ലോകത്ത് സംഭവിച്ച മഹത്തായ അത്ഭുതം എന്ത് എന്ന് ചോദിച്ചാൽ പിന്നീട് അങ്ങോട്ടുള്ള നാഗരിക വികാസത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും പിന്നീടുള്ള ചരിത്രത്തിന്റെ മുഴുവൻ വികാസ പരിണാമങ്ങളുടെ ഘട്ടങ്ങളിലും ഖുർആൻ പ്രത്യക്ഷത്തിലോ പരോക്ഷത്തിലോ ഇടപെട്ടിട്ടുണ്ട് മാനവരാശിയെ രൂപപ്പെടുത്തുന്നതിൽ എന്നത് അവിതർക്കിതമായ ചരിത്രപരമായ വസ്തുതയാണ്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളവും നമ്മുടെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിലെ നിർണായകമായ ഒരു ഘട്ടമാണ് ഈ റമദാൻ എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കേണ്ടതുണ്ട്. ആ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന വലിയ ഒരു ചാലക ശക്തിയാണ് പ്രവാചകനും പ്രവാചകന്റെ ജീവിതവും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടതുണ്ട്. അതുകൊണ്ട് ഖുർആനിൽ നിന്നുള്ള ആത്മീയ വിജ്ഞാനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഖുർആന്റെ ദർശനം ഏറ്റുവാങ്ങിക്കൊണ്ട് മഹാനായ പ്രവാചകന്റെയും പ്രവാചകന്റെ അനുചരന്മാരുടെയും ജീവിത ത്യാഗങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഈ കാലഘട്ടത്തിലെ ഖുർആന്റെ വക്താക്കളാകുവാൻ, ഈ കാലഘട്ടത്തിൽ പ്രവാചകന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് പ്രവാചകൻ സാധിച്ച പരിവർത്തനത്തിന്റെ വിപ്ലവത്തിന്റെ പാതയിലൂടെ മാനവരാശിയെ നയിക്കുവാനുള്ള വലിയ ഒരു ശ്രദ്ധയും ശ്രമവും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. ആ അർത്ഥത്തിൽ നമ്മുടെ അന്തരംഗത്ത് വലിയ പരിവർത്തനം ഇത് സൃഷ്ടിക്കേണ്ടതുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ അടിസ്ഥാനത്തിൽ നമ്മെ സജ്ജീകരിക്കുകയാണ് റമദാന്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം. മനുഷ്യൻ എന്നുള്ളത് കേവലമായ പദാർത്ഥമല്ല എന്നുള്ളതാണ് ഖുർആൻ മനുഷ്യനെ സംബന്ധിച്ച് മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും സുപ്രധാനമായ കാഴ്ചപ്പാട്. ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ച് തന്നെയുള്ള ഖുർആന്റെ കാഴ്ചപ്പാട് എന്നുള്ളത് കേവലമായ മെറ്റീരിയൽ ആയ ഒരവസ്ഥ മാത്രമല്ല ഈ പ്രപഞ്ചത്തിനുള്ളത് എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഭൗതികമായ പദാർത്ഥത്തിന്റെയും ആത്മീയമായ തേജസ്സിന്റെയും രണ്ട് അർത്ഥത്തിലുള്ള ഈ വസ്തുതകളുടെ സങ്കലനമാണ് മനുഷ്യന്റെ ഉത്ഭവത്തിന്റെ അടിത്തറയായി വർത്തിച്ചിട്ടുള്ളത് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഭൗതികമായ ആവശ്യങ്ങൾ ഉണ്ട്, അതുപോലെ തന്നെ അവന് ആത്മീയമായ ആവശ്യങ്ങളുമുണ്ട്. ഈ രണ്ട് ആവശ്യങ്ങളെയും ഒരേപോലെ തൃപ്തിപ്പെടുത്തുവാനും ഈ രണ്ട് ആവശ്യങ്ങളെയും ഒരേപോലെ അഭിമുഖീകരിക്കുവാനും ഈ രണ്ട് രംഗത്തെയും സന്തുലിതപ്പെടുത്തിക്കൊണ്ട് വളർത്തുവാനും കഴിയുന്ന വിധത്തിൽ മനുഷ്യ ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാനും ക്രമീകരിക്കുവാനും കഴിയുക എന്നുള്ളതാണ് വ്യക്തിയുടെയും സമൂഹത്തിന്റെയും പരിവർത്തനത്തിന്, നന്മയിൽ അധിഷ്ഠിതമായ വളർച്ചയ്ക്ക് വളരെ മൗലികമായ അടിത്തറവാകുന്നത് എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. ആ അടിസ്ഥാനത്തിലുള്ള ഒരു ജീവിത ക്രമത്തെ സംബന്ധിച്ച്, ഒരു ജീവിത വീക്ഷണത്തെ സംബന്ധിച്ച് മനുഷ്യ മനസ്സിനോട് സംവദിക്കുന്ന, മാനവരാശിയോട് പ്രബോധനം ചെയ്യുന്ന ഒരു സന്ദർഭമാണ് റമദാൻ മാസം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ അടിസ്ഥാനത്തിൽ മനുഷ്യനിൽ അന്തർലീനമായ പ്രകൃതിപരമായ അവന്റെ വാസനകളെയും മനുഷ്യനിൽ സന്നിവേശിക്കപ്പെട്ട ആത്മീയമായ ചൈതന്യത്തെയും ഒരേപോലെ സമഞ്ജസമായി വളർത്തുവാൻ, പടിപടിയായി അതിനെ സംസ്കരിക്കുവാൻ, ഉത്കൃഷ്ടമായ വിധാനത്തിലേക്ക് അതിനെ ഉയർത്തിക്കൊണ്ടുവരുവാൻ
കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് റമദാൻ എന്നുള്ളത്. മനുഷ്യന്റെ ഭൗതികമായ ആവശ്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണല്ലോ ഭക്ഷണം എന്നുള്ളത്. അതുപോലെ തന്നെ മനുഷ്യൻ പാനീയങ്ങൾ അവന് ആവശ്യമാണ്. ലൈംഗികമായ വികാരങ്ങൾ മനുഷ്യന്റെ വളരെ അനിവാര്യമായ താല്പര്യമാണ്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഭൗതികമായ ആവശ്യങ്ങൾ മനുഷ്യ ജീവിതത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഇതിനെ പൂർണ്ണമായും നിരാകരിക്കുക എന്നുള്ളത്, ഇതിനോട് പൂർണ്ണമായ വിരക്തി വച്ചു പുലർത്തിക്കൊണ്ട് ജീവിതം കെട്ടിപ്പടുക്കുക എന്നുള്ളത് അസാധ്യമാണ് എന്നുള്ളത് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിൽ കേന്ദ്രീകൃതമായ ആസക്തിയിൽ ജീവിതം കെട്ടുപിണഞ്ഞ് കിടക്കുവാൻ പാടില്ല എന്നുള്ളത്, വിശപ്പിന്റെ ആസക്തിയിൽ ജീവിതത്തെ ബന്ധിച്ചിടുക എന്നുള്ളത്, പാനീയത്തോടുള്ള ആസക്തിയിൽ ജീവിതത്തെ കെട്ടിപ്പടുക്കുക എന്നുള്ളത്, ലൈംഗികമായ വികാരങ്ങളോടുള്ള ആസക്തിയിൽ ശാരീരികമായ വികാരങ്ങളുടെ ആസക്തികളിൽ ജീവിതത്തെ കേന്ദ്രീകരിപ്പിച്ച് നിർത്തുക എന്നുള്ളത് സർവനാശത്തിന്റെ അടയാളമാണ്, ലക്ഷണമാണ് എന്നുള്ളത് അവിതർക്കിതമായ കാര്യമാണ്. അത് വ്യക്തിയുടെ ജീവിതത്തെ മാത്രമല്ല മുഴുവൻ സമൂഹത്തിന്റെയും മുന്നോട്ടുള്ള പ്രയാണത്തെ അത് വലിയ അർത്ഥത്തിൽ പ്രതികൂലമായി ബാധിക്കും എന്നുള്ളത് നമ്മുടെ ചുറ്റുപാടുകളിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ നമ്മെ നിരന്തരം ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ലോകത്ത് നിലനിൽക്കുന്ന കുറ്റകൃത്യങ്ങളെല്ലാം ഈ പറയപ്പെട്ട മൃദുലമായ ഭൗതിക താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. അതിനെ ശമിപ്പിക്കുവാൻ, മനുഷ്യന്റെ ആസക്തികളെ ശമിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഉദ്യമങ്ങളിൽ മനുഷ്യൻ തെറ്റായ അർത്ഥത്തിൽ അവന്റെ അധ്വാനം വിനിയോഗിക്കുന്നതിന്റെ ഫലമായിട്ടാണ് സമൂഹത്തിൽ ചെറുതും വലുതുമായ കുറ്റകൃത്യങ്ങൾ ഉണ്ടാകുന്നത്. അതിന്റെ വ്യാപ്തിയും അതിന്റെ ആഘാതവും ചിലപ്പോൾ വ്യക്തിയിൽ മാത്രം പരിമിതമായിരിക്കും, ചിലപ്പോൾ അത് കുടുംബത്തിൽ മാത്രം പരിമിതമായിരിക്കും, ചിലപ്പോൾ ഒരു ലോക്കൽ സമൂഹത്തിൽ മാത്രം പരിമിതമായിരിക്കും. പക്ഷേ ഇതിന്റെ ആഘാതങ്ങൾ വ്യക്തിയിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന്, ഒരു ലോക്കൽ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വലിയ സമൂഹത്തിന്റെ നാഗരികതയുടെ സാംസ്കാരികമായ മുന്നോട്ടുള്ള പ്രയാണത്തിലെ വലിയ സ്തംഭനത്തിന് തന്നെ കാരണമായി തീരുന്ന സവിശേഷമായ സാഹചര്യങ്ങൾ ചരിത്രത്തിൽ മാനവ സമൂഹം നിരന്തരം അഭിമുഖീകരിച്ചിട്ടുണ്ട്. മാനവരാശി നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ എവിടെയാണ് എന്ന് നമ്മൾ പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ യുദ്ധങ്ങളുടെ രാഷ്ട്രീയം എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ, അതുപോലെ തന്നെ ദൈനംദിനമായ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന നിരവധി സംഭവങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ, ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ, ഏതെങ്കിലും ഒരു നേതാ രാഷ്ട്രത്തിന്റെ ഈ പറയപ്പെട്ട ഭൗതിക താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആസക്തികളെ അവർ കയറഴിച്ചു വിടുന്നതിന്റെ ഫലമായി കൊണ്ട് ഉണ്ടായിത്തീരുന്ന ദുരന്തങ്ങളാണ് ലോകത്തുനിന്ന് പ്രകടമായി കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് ഈ പറയപ്പെട്ട എല്ലാ വികാരങ്ങളെയും മനുഷ്യൻ നിയന്ത്രിക്കേണ്ടതുണ്ട്. അത് വ്യക്തി സ്വയം തീരുമാനിച്ച് നിയന്ത്രിക്കുവാൻ കഴിയുന്നതല്ല. അതിനാണ് സംസ്കാരം എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഇടം മനുഷ്യ ജീവിതത്തിൽ ഒഴിഞ്ഞു കിടക്കുന്നത്. ഈ സംസ്കാരത്തെ രൂപപ്പെടുത്തുന്നത് എന്താണ് എന്നുള്ളത്, നാഗരികതയെ രൂപപ്പെടുത്തേണ്ടത് എന്താണ് എന്നുള്ള ചോദ്യത്തിന് വിശുദ്ധ ഖുർആൻ നൽകുന്ന മറുപടി എന്നുള്ളത് ദൈവികമായ മാർഗദർശനമാണ് സംസ്കാരത്തിന്റെ അടിത്തറയായി വർത്തിക്കേണ്ടത്, നാഗരികതയുടെ അടിത്തറയായി വർത്തിക്കേണ്ടത്, ജീവിതത്തിന്റെ മൂല്യങ്ങളെ വളർത്തിക്കൊണ്ടുവരേണ്ടത് ദൈവിക മാർഗദർശനമാണ് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഭൗതികമായ താല്പര്യങ്ങൾ മാത്രമല്ല മനുഷ്യനെ സംരക്ഷിക്കുവാനുള്ളത്, അത്തരം അഭിലാഷങ്ങൾ മാത്രമല്ല മനുഷ്യന് സംരക്ഷിക്കുവാനുള്ളത്. വിശക്കുമ്പോൾ മനുഷ്യന് ഭക്ഷണം കിട്ടിയാൽ മാത്രം പോരാ, ദാഹിക്കുമ്പോൾ മനുഷ്യന് വെള്ളം കിട്ടിയാൽ മാത്രം പോരാ, ലൈംഗികമായ താല്പര്യങ്ങൾ പൂർത്തീകരിക്കുവാൻ ഇണയെ ലഭിച്ചാൽ മാത്രം പോരാ, മനുഷ്യന് സമാധാനം ആവശ്യമുണ്ട്, മനുഷ്യന് സ്വസ്ഥത ആവശ്യമുണ്ട്. സ്വസ്ഥതയും സമാധാനവും ഐശ്വര്യവും എന്ന് പറയുന്നത് ഒരു ഭൗതിക പദാർത്ഥം അല്ല, ഒരു ഭൗതിക വസ്തുതയല്ല. അത് തികച്ചും ആത്മീയമായതാണ്. അത് തികച്ചും ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആവേശികമായത് മാത്രമാണ്. വയറ് നിറഞ്ഞാൽ ആർക്കും സ്വസ്ഥത ഉണ്ടാവുകയില്ല. വയറ് നിറച്ച് വെള്ളം കുടിച്ചാൽ സ്വസ്ഥത കിട്ടണം എന്നില്ല. ഔഷധം കൊണ്ട് മാത്രം മനുഷ്യന് ഈ സമാധാനം നേടിയെടുക്കുവാൻ കഴിയുകയില്ല. ലൈംഗിക വികാരങ്ങൾ പൂർത്തീകരിച്ചതുകൊണ്ടും മനുഷ്യന്
സമാധാനം കിട്ടുകയില്ല. സമാധാനത്തിന്റെ ഉറവിടം എന്ന് പറയുന്നത് മനസ്സാണ്, ആത്മീയതയാണ്. അത് മെറ്റാഫിസിക്കലായ അതിഭൗതികമായ ഒരു യാഥാർത്ഥ്യമാണ് എന്ന് പറയുന്നു. അതുകൊണ്ട് ഈ അതിഭൗതികമായ യാഥാർത്ഥ്യത്തെ ശമിപ്പിക്കുവാൻ അതിഭൗതികമായ ഭൗതികേതരമായ സ്രോതസ്സിലൂടെ ലഭിക്കുന്ന ചില മാർഗദർശനങ്ങൾ മനുഷ്യൻ അനിവാര്യമാണ്. ആ മാർഗദർശനങ്ങളാണ് ദൈവികമായ മതം എന്നതുകൊണ്ട്, ആത്മീയമായ അധ്യാപനങ്ങൾ എന്നതുകൊണ്ട് ഖുർആൻ അർത്ഥമാക്കുന്നത്. ഈ ആത്മീയ അധ്യാപനങ്ങൾ, ഈ മാർഗദർശനങ്ങൾ മനുഷ്യ ചരിത്രത്തിലുടനീളം മനുഷ്യനെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കും. പ്രവാചകന്മാരിലൂടെ, വേദഗ്രന്ഥങ്ങളിലൂടെ. ആ സന്ദർഭത്തിൽ ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, ആ മാർഗദർശനത്തെ പിന്തുടർന്നുകൊണ്ട് ആരാണോ ജീവിക്കുന്നത് അവന് ദുഃഖിക്കേണ്ടി വരികയില്ല, അവന് പ്രയാസപ്പെടേണ്ടി വരികയില്ല. അവന്റെ ആത്മീയമായ ജീവിതത്തിലും ഈ ആത്മീയ ജീവിത ഭൗതികമായ ജീവിതത്തിലും സ്വസ്ഥതയുടെ, ഭയരാഹിത്യത്തിന്റെ, സമാധാനത്തിന്റെ, ഐശ്വര്യത്തിന്റെ, പ്രതാപത്തിന്റെ ജീവിതം അവന് വാഗ്ദാനം ചെയ്യുന്ന മഹത്തായ മാർഗദർശനമാണ് ഖുർആൻ എന്ന് പറയുന്നത്. ആ അടിസ്ഥാനത്തിൽ ഖുർആന്റെ അധ്യാപനങ്ങളിലേക്ക് ജീവിതത്തെ പരിവർത്തിപ്പിക്കുവാനുള്ള സന്ദർഭമാണ് റമദാൻ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഭൗതികമായ യാഥാർത്ഥ്യങ്ങൾക്കപ്പുറത്ത് ജീവിതത്തിന് ചില വശങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ലൈസ ശദീദു, ശക്തൻ എന്ന് പറഞ്ഞാൽ, ഭൗതിക വീക്ഷണത്തിൽ ശക്തൻ എന്ന് പറഞ്ഞാൽ ആരോഗ്യ ദൃഢഗാത്രനായ, രോഗങ്ങളൊന്നുമില്ലാത്ത, നല്ല മസിൽ പവറുള്ള ഒരു മനുഷ്യനാണ് ആരോഗ്യമുള്ള മനുഷ്യൻ, ശക്തനായ മനുഷ്യൻ. പക്ഷേ ആ ശക്തി എന്നുള്ളത് കേവലം ഭൗതികമാണ്. പ്രവാചകൻ പറഞ്ഞു, ലൈസ ശദീദു ബിസ്സുറഅ, നല്ല യുദ്ധത്തിൽ എതിരാളിയെ മലർത്തിയടിക്കുന്നവനല്ല ശക്തനും ആരോഗ്യമുള്ളവനും എന്നുള്ളത്. വലാകിന്ന ശദീദ, പക്ഷേ യഥാർത്ഥത്തിൽ ആരാണ് ശക്തൻ? മൻ യംലികു നഫ്സഹു ഇൻദൽ ഗളബ്, കോപാകുലനായ സന്ദർഭത്തിൽ തന്റെ കോപത്തെ അടക്കി നിർത്തുവാൻ കഴിയുന്നത്. കേവലം അത് വൈയക്തികമായ ഒരു മൂല്യം മാത്രമല്ല. കോപം എന്നുള്ളത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഇടപാടിൽ സംഭവിക്കുന്ന കാര്യമല്ല. അത് വ്യക്തിയുടെയും കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും രാഷ്ട്രത്തിന്റെയും മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന എല്ലാ രംഗത്തും ഈ കോപം എന്നുള്ളത് അവന്റെ സ്വഭാവത്തെയും നാഗരികതയും ഒക്കെ നിർണയിക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിക്കുമെന്നാണ്. ആ കോപത്തിന്റെ സന്ദർഭത്തിൽ അതിനെ നിയന്ത്രിക്കുവാനുള്ള പവർ, ശക്തി, അത് നേടിയെടുത്തവനാണ് യഥാർത്ഥത്തിൽ കല്ലൻ, ശക്തൻ എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയുണ്ടായി. അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത് വൽ ആജിസു മൻ ഇത്തബഅ ഹവാഹു വതമന്ന അലല്ലാഹിൽ അമാനിയ. പ്രവാചകൻ വീണ്ടും വിശദീകരിക്കുകയുണ്ടായി, അൽ കയ്യിസ്, ആരാണ് ബുദ്ധിമാൻ? ബുദ്ധിമാൻ ആരാണ് എന്നുള്ള ചോദ്യത്തിന് സാമ്പ്രദായികമായ നിരവധി ഉത്തരങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ട്. പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ ആൾ, അങ്ങനെ നല്ല കരിയറിൽ നല്ല കുറെ അധികം സർട്ടിഫിക്കറ്റുകളും പ്രതിഭകളും ഒക്കെ തെളിയിച്ചിട്ടുള്ളയാൾ, അതിന്റെ ഫലമായി കൊണ്ട് നല്ല ഉദ്യോഗത്തിലെത്തിച്ചേർന്നയാൾ, വലിയ ബിസിനസ് നടത്തിയയാൾ, അങ്ങനെ ഭൗതികമായ സമ്പത്തിന്റെ വലിയ കൂമ്പാരങ്ങൾ തന്റെ കയ്യിൽ ഒതുക്കി വച്ചിട്ടുള്ളയാൾ, അധികാരമുള്ളയാൾ, പ്രതാപമുള്ളയാൾ, സ്വാധീനമുള്ളയാൾ, ഇതൊക്കെയാണ് ബുദ്ധിയുടെ അടയാളങ്ങൾ എന്ന് നമ്മളും തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട്. അത് തിരുത്തണം എന്ന് പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അൽ കയ്യിസു മൻ ദാന നഫ്സഹു, ആരാണ് ബുദ്ധിമാൻ? അവൻ തന്റെ നഫ്സിനെ കീഴടക്കിയവനാണ്, തന്റെ ഇച്ഛയെ കീഴടക്കിയവനാണ്, തന്റെ മനസ്സിന്റെ മേലുള്ള നിയന്ത്രണാധികാരം ഏറ്റെടുക്കുവാനുള്ള ഇച്ഛാശക്തി ഉള്ളയാളാണ് ബുദ്ധിമാൻ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. വഅമില ലിമാ ബഅദൽ മൗത്ത്, മരണാനന്തര ജീവിതത്തിന് വേണ്ടി പ്രയത്നിക്കുന്നവനാണ് ബുദ്ധിമാൻ എന്ന് വീണ്ടും തുടർന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. ആരാണ് ദുർബലൻ, ആരാണ് വിഡ്ഢി, ആരാണ് അവിവേകി എന്നുള്ളതിനെ പറ്റിയിട്ടും വൽ ആജിസു മൻ ഇത്തബഅ ഹവാഹു, തന്റെ ഇച്ഛയെ പിന്തുടർന്നു പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അത് ഏത് തലത്തിലുള്ള ആളായിരുന്നാലും ശരി. ചില ആളുകൾ വളരെ രഹസ്യമായി കൊണ്ട് തന്റെ ശാരീരിക ആവശ്യങ്ങൾ പൂർത്തീകരിക്കുവാൻ, ഇച്ഛയുടെയും വികാരങ്ങളുടെയും താല്പര്യങ്ങൾ പൂർത്തീകരിക്കുവാനുള്ള മാർഗങ്ങൾ കണ്ടെത്തും. ചില ആളുകൾ അത് സമ്പത്ത് കൊണ്ട് നേടിയെടുക്കും, ചില ആളുകൾ അധികാരം കൊണ്ട് നേടിയെടുക്കും. അങ്ങനെ അധികാരം കൊണ്ട്, സമ്പത്ത് കൊണ്ട്, അതുപോലെ തന്നെ സ്വാധീനങ്ങൾ കൊണ്ട്, ശാരീരികമായ മൃദുല വികാരങ്ങൾക്ക് അടിപ്പെട്ടു പോയവനാണ് ദുർബലൻ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. വതമന്ന അലല്ലാഹിൽ അമാനിയ, അവന് വേറെ
വേറെ ചില ദുർഗുണങ്ങളുണ്ട് എന്ന് പറയുകയാണ്. അള്ളാഹുവിനോട് അവൻ ആരാധനകൾ അർപ്പിക്കുന്നുണ്ട്. പ്രാർത്ഥനകളും വഴിപാടുകളും നേർച്ചകളും ഒക്കെ അയാളുടെ കൈകളിൽ ഉണ്ട്. അയാളുടെ ജീവിതത്തിൽ അതിനുവേണ്ടി ധാരാളം ആത്മീയ വ്യാപാരങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത്തരം ആത്മീയ പ്രവർത്തനങ്ങളിൽ അഭിരമിച്ചുകൊണ്ട് തന്റെ തെറ്റ് ദൈവം തനിക്ക് പുറത്തു തരും എന്ന് വിശ്വസിക്കുന്ന, താൻ പരലോകത്ത് രക്ഷപ്പെടും എന്ന തെറ്റായ വിചാരത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തെ നയിക്കുന്ന അള്ളാഹുവിന്റെ മേൽ വ്യാമോഹങ്ങൾ വെച്ചു പുലർത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ ദുർബലൻ എന്ന്, അവിവേകി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അവിടെ നിന്നുള്ള തിരുത്താണ് ജീവിതത്തിന്റെ പരിവർത്തനത്തിന്റെ തുടക്കം എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഇതല്ല ബുദ്ധിയുടെയും വിവേകത്തിന്റെയും മാനദണ്ഡം. അവിവേകത്തിന്റെയും ദൗർബല്യതയുടെയും അടിസ്ഥാന കാരണം ഇതല്ല എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. തന്റെ രക്ഷിതാവിനെ കണ്ടുമുട്ടുമെന്നുള്ള വിചാരത്തോടുകൂടി ജീവിക്കുകയും പടച്ചവനെ ഭയപ്പെടുകയും ഇച്ഛയെ നിയന്ത്രിക്കുവാനുള്ള ശേഷി നേടിയെടുക്കുകയും ചെയ്തയാൾ അവനാണ് സ്വർഗമുള്ളത് എന്ന്, അവനാണ് സമാധാനമുള്ളത് എന്ന്, അവനാണ് സ്വസ്ഥത നേടിയെടുക്കുവാൻ കഴിയുക എന്ന്, അവനാണ് ആത്മീയമായ മോചനം പ്രാപിച്ചത് എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. എന്നാൽ ഈ ഭൗതിക യാഥാർത്ഥ്യത്തെ, ഈ ആത്മീയ യാഥാർത്ഥ്യത്തെ, മനുഷ്യാസ്തിത്വത്തിന്റെ ഈ ബാലപാഠത്തെ അതിർലംഘിച്ചുകൊണ്ട് താൻ എന്തൊക്കെയോ ആണ് എന്ന ധാരണയുടെ അടിസ്ഥാനത്തിൽ ഭൗതികമായ മൃദുല വികാരങ്ങളുടെ പിന്നാലെ ജീവിച്ചുകൊണ്ടിരിക്കുന്നയാൾ മനുഷ്യൻ എന്ന പദവിയിൽ നിന്ന് സ്വയം കുതറിമാറിക്കൊണ്ട്, അടിമ എന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് സ്വയം കുതറിമാറിക്കൊണ്ട് താനാണ് ഉടമ എന്ന് തെറ്റിദ്ധരിച്ച് തന്റെ മേൽ ആരുടെയും നിയന്ത്രണം ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാ നിയന്ത്രണങ്ങൾക്കും അതീതമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് എന്റെ സ്വാതന്ത്ര്യത്തിന്റെ മേൽ, എന്റെ ചിന്തയുടെ മേൽ ആർക്കും കുച്ചുവിലടങ്ങുവാനുള്ള അധികാരമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ജീവിതത്തെ ആഘോഷിക്കുന്ന പുതിയ കാലഘട്ടത്തിന്റെ സംസ്കാരത്തിന്റെ, പുതിയ കാലഘട്ടത്തിലെ നാഗരികതയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഈ ജീവിതത്തിന്റെ സ്വാതന്ത്ര്യം ആഘോഷിക്കുക എന്നുള്ളത്. എല്ലാം ലിബറലായിട്ട് കാണണം എന്ന് പറയുന്ന ലിബറലിസത്തിന്റെ, ഉദാര ജീവിതവാദത്തിന്റെ ഈ കാഴ്ചപ്പാട് മനുഷ്യ സമൂഹത്തിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ആഘാത പ്രത്യാഘാതങ്ങൾ നമ്മൾ ഇന്ന് വായിച്ചുകൊണ്ട്, മലയാളികളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രശ്നമെന്ത് എന്ന്, സാംസ്കാരിക പ്രശ്നമെന്ത് എന്ന് ഞാൻ വിശദീകരിക്കാതെ തന്നെ നമുക്കറിയുവാൻ കഴിയും. ആരാണ് ഗോവിന്ദച്ചാമിമാരെ ഉണ്ടാക്കുന്നത്? ആരാണ് അതിന്റെ ഇരകളായിട്ടുള്ള സൗമ്യയെയും ജിഷമാരെയും ഉണ്ടാക്കുന്നത്? ആരാണ് അൻവറുൽ ഇസ്ലാമിനെ പോലെയുള്ള ആളുകളെ രൂപപ്പെടുത്തിയെടുക്കുന്നത്? ഈ അർത്ഥത്തിൽ മനുഷ്യന്റെ ജീവിതത്തിന്റെ മോഹങ്ങളുടെ കയറൂരിവിടുകയും ജീവിതം പരമാവധി ആസ്വദിക്കുവാനുള്ളതാണ് എന്ന തെറ്റായ ഈ കാഴ്ചപ്പാട് ലോകത്ത് പ്രചരിപ്പിക്കുകയും ചെയ്തതിന്റെ ഫലമായി കൊണ്ട് മതം അപ്രസക്തമായി പോകുന്ന, ആത്മീയ മാർഗദർശനങ്ങൾക്ക് ജീവിതത്തിന്റെ മേലൊരു സ്വാധീനവും ചെലുത്താൻ കഴിയാത്ത പശ്ചാത്തലം ഇവിടെ രൂപപ്പെട്ടു വന്നിരിക്കുകയാണ്. ഇതിനെ അതിജീവിക്കുവാനുള്ള ശേഷിയാണ് യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായിത്തീരേണ്ടുന്ന പരിവർത്തനത്തിന്റെ ഏറ്റവും പ്രാഥമികമായ അടിത്തറ എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് മനുഷ്യന്റെ ശാരീരിക താൽപര്യങ്ങളെ അതിജീവിക്കുവാനുള്ള ആത്മാവിന്റെ കരുത്തിനെ പരിപോഷിപ്പിക്കുക, വികാരങ്ങളെ നിയന്ത്രിക്കുവാനുള്ള മനസ്സിന്റെ കരുത്തിനെ ശക്തിപ്പെടുത്തുക, അതിന്റെ അടിസ്ഥാനത്തിലുള്ള ആത്മീയ ജീവിതത്തെ, നാഗരിക ജീവിതത്തെ, സാംസ്കാരിക ക്രമത്തെ, കുടുംബ സംവിധാനത്തെ, രാഷ്ട്ര സംവിധാനത്തെ, സാമ്പത്തിക വ്യവസ്ഥയെ രൂപപ്പെടുത്തിയെടുക്കുവാനുള്ള വലിയ പരിശീലനമാണ് സൗം എന്നതുകൊണ്ട് അർത്ഥമാക്കപ്പെടുന്നത്. സൗം എന്ന് പറഞ്ഞാൽ ഭാഷയിൽ തന്നെ അതിന്റെ അർത്ഥം നിയന്ത്രണം എന്നാണ്. കയറൂരി വിട്ട കാളയെ പോലെ ജീവിക്കുന്ന മനുഷ്യ, നീ നിന്റെ ജീവിതത്തെ അല്പമൊന്ന് നിയന്ത്രിക്കൂ, നിന്റെ വികാരത്തെ അല്പമൊന്ന് നിയന്ത്രിക്കൂ, നിന്റെ സംസാരത്തെ അല്പമൊന്ന് നിയന്ത്രിക്കൂ, നിന്റെ വികാരങ്ങളെ അല്പമൊന്ന് നിയന്ത്രിക്കൂ എന്നുള്ള വലിയ ഒരു ആഹ്വാനമാണ് അസ്സിയാം അൽ ഇംസാഖു അനി തആമി വശഹവാതി വൽ മലദ്ദാത്ത്. മനുഷ്യന്റെ മൃദുലമായ വികാരങ്ങൾ, ഭൗതികമായ ശാരീരികമായ താല്പര്യങ്ങൾ, ഭക്ഷണത്തോടുള്ള ആസക്തികൾ, അങ്ങനെ ആസക്തി കേന്ദ്രീകൃതമായ ജീവിതത്തിന്റെ മേലുള്ള പരമമായ നിയന്ത്രണം പടച്ച
പടച്ചതമ്പുരാനെ ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ള വലിയൊരു ജീവിത കാഴ്ചപ്പാടാണ് റമളാൻ മാസം പ്രബോധനം ചെയ്യുന്നത്. റമളാൻ മാസത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരേണ്ടത് എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് മനുഷ്യൻ കേവല പദാർത്ഥം അല്ല, പദാർത്ഥപരമായ മൂല്യം മാത്രമല്ല മനുഷ്യനുള്ളത് എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഒരു പരിധി ചിന്തിച്ചു നോക്കിയാൽ പദാർത്ഥത്തിന് വലിയ വാല്യൂ ഇല്ല എന്നുള്ളതാണ്. എന്റെ ഈ ശരീരം ഞാനിപ്പോൾ മരിച്ചു വീഴുന്നതോടുകൂടി മൂല്യമില്ലാത്ത ഒന്നായി മാറുകയാണ്. 24 മണിക്കൂറിനകം തന്നെ ഞാൻ മണ്ണിന്റെ ഭാഗമായി മാറുകയാണ്. പക്ഷേ അനശ്വരമായ ഒരു ചൈതന്യം എന്നിൽ കുടികൊള്ളുന്നുണ്ട്. ആ ചൈതന്യത്തെ അനശ്വരമായ ലോകത്ത് ദൈവത്തിന്റെ പ്രീതിയിലേക്ക് കൊണ്ടുപോകുവാൻ കഴിയുന്ന ഒരു വീക്ഷണം മനുഷ്യന് കിട്ടണം എങ്കിൽ അതിനെ നിയന്ത്രിക്കുവാനുള്ള, ശരീരത്തിന് നശിച്ചു പോകുന്ന ശരീരത്തെ നിയന്ത്രിക്കുവാൻ നശിക്കാത്ത ആത്മാവിന് കരുത്തു പകർന്നു കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മനുഷ്യൻ വികാരത്തിന് അടിമപ്പെടേണ്ടവരല്ല. വികാരത്തിന്റെ മേൽ ഉടമസ്ഥത, മേധാവിത്വം സ്ഥാപിക്കുവാൻ കഴിയുക എന്നുള്ളതാണ് ഇസ്ലാം അതിന്റെ അനുയായികൾ സൃഷ്ടിച്ചെടുക്കുന്ന ആത്മീയ പരിവർത്തനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പദാർത്ഥബന്ധിതമായ താൽപര്യങ്ങളും ധർമാധർമ്മ വിവേചനപരമായ സംഘർഷങ്ങളും വ്യക്തിയെയും സമൂഹത്തെയും ചരിത്രത്തെയും രൂപപ്പെടുത്തുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഈ ചരിത്രസന്ധിയിൽ, ഈ നാഗരിക സ്തംഭനത്തിന്റെ കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആന്റെ അനുയായികൾ, ഇസ്ലാമിന്റെ അനുയായികൾ, പ്രവാചകന്മാരുടെ അനുയായികൾ ഈ കാലഘട്ടത്തിൽ ഇതിനെതിരായ ശക്തമായ പ്രതിരോധത്തിന്റെ മുൻനിരയിലേക്ക് ഉയർന്നു വരിക എന്നുള്ളതാണ് ഈ റമളാൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തീർക്കേണ്ടുന്ന ഏറ്റവും വലിയ പരിവർത്തനം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വികാരങ്ങളെ കയറൂരിവിട്ട നാഗരികത വലിയ തകർച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പടിഞ്ഞാറ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. പടിഞ്ഞാറിനെ ചാണിനെ ചാണായിട്ട്, മുഖത്തിന് മുഴമായിട്ട് അനുകരിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളും അതുതന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പടിഞ്ഞാറിന് പറ്റിയ അബദ്ധത്തെ തിരുത്തുവാനുള്ള ഈ അവസ്ഥയെ സംബന്ധിച്ചാണ് മഹാനായ അല്ലാമ ഇഖ്ബാൽ ഇവിടെ രോഗത്തിന്റെ കാരണം പാശ്ചാത്യനോടുള്ള അന്ധമായ വിധേയത്വവും അവന് വിധേയപ്പെട്ടുകൊണ്ടുള്ള ജീവിതം അവനെ പിന്തുടരുക എന്നുള്ള, അവനെ അന്ധമായി അനുകരിക്കുക എന്നുള്ള പാശ്ചാത്യ അനുകരണമാണ് എങ്കിൽ അവിടുത്തെ പ്രശ്നം സാമൂഹ്യ വ്യവസ്ഥ തന്നെയാണ്. സാമൂഹ്യ വ്യവസ്ഥ നശിപ്പിച്ച് തരിപ്പണമാക്കിയ ഒരു നാഗരികതയ്ക്ക് ആത്മീയമായി വിധേയപ്പെട്ടു പോകുന്നവരെക്കാൾ ദൗർഭാഗ്യവാന്മാരായിട്ട് ആരാണ് ഉള്ളത്? ലോകം മുഴുവനും ഹൃദയം കൊണ്ടും വീക്ഷണം കൊണ്ടുമുള്ള വിധേയത്വത്തിനും അടിമത്തത്തിനും വിധേയപ്പെട്ടു പോയിരിക്കുകയാണ് എന്ന് ഇഖ്ബാൽ പാടുകയാണ്. ഈ വിധേയത്തെ അതിജീവിക്കുവാനുള്ള, ഈ അടിമത്തത്തെ അതിജീവിക്കുവാനുള്ള സകല വിധേയത്വവും സർവശക്തനായ അല്ലാഹുവിനാണ് എന്ന് പ്രഖ്യാപിക്കുവാനുള്ള പ്രതീകാത്മകമായ ഒരു ഏർപ്പാടാണ്, ഒരു സംവിധാനമാണ്, ഒരു പ്രക്രിയയാണ് 30 നാളത്തെ നോമ്പ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചരിത്രത്തിൽ ഈ നോമ്പിലൂടെ രൂപപ്പെട്ടു വന്ന സമൂഹങ്ങളെല്ലാം ഇത്തരത്തിലുള്ള ധർമാധർമ്മ സംഘടനത്തിന്റെ സന്ദർഭത്തിൽ പദാർത്ഥപരമായ ശരീരത്തിന്റെ വികാരങ്ങളും ആത്മീയമായ ഉന്നതമായ ദൈവിക ആദർശങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ആദർശത്തോടൊപ്പം, ധർമ്മത്തോടൊപ്പം, സത്യത്തോടൊപ്പം, നീതിയോടൊപ്പം ശാരീരിക വികാരങ്ങളെ, ഭൗതിക താൽപര്യങ്ങളെ, രാഷ്ട്രീയ സ്വേച്ഛാധിപത്യങ്ങളെ എതിർക്കുവാൻ, ചെറുക്കുവാൻ, പരാജയപ്പെടുത്തുവാൻ രംഗത്ത് വന്ന് വിജയം വരിച്ചതിന്റെയും കൂടി മാസമാണ് റമദാൻ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആത്മീയമായ വിജയവും ഭൗതികമായ വിജയവും അടിസ്ഥാനപരമായി കുടികൊള്ളുന്നത് ദൈവികമായ വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ, ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നതിലാണ്. ആ അർത്ഥത്തിൽ പകർത്തിയവരാണ് പ്രവാചകന്റെ അനുചരന്മാർ. അവർ ബദറിൽ വിജയം നേടിയത് പരിശുദ്ധ റമദാനിലെ 17ാമത്തെ ദിവസമായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഹിജ്റ 2-ാം വർഷം. പിന്നീട് അവിടെ നിന്നിങ്ങോട്ടുള്ള നിരന്തരമായ ചരിത്രം നമ്മൾ വായിച്ചു നോക്കിയാൽ മക്ക വിജയം ഉണ്ടാകുന്നത് ഹിജ്റ 8-ാം വർഷത്തിലെ ഒരു റമദാൻ മാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. പരിശുദ്ധ സൈനികരിൽ നിന്ന്
നിന്ന് സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി ബൈത്തുൽ മുഖദ്ദിസ് വിമോചിപ്പിക്കുന്നത് 1144 ഹിജറ 583 ഹീത്തിൻ യുദ്ധം. ഇതും അരങ്ങേറിയത് റമദാൻ മാസത്തിലാണ്. ഐൻജാലൂത്ത് യുദ്ധം നടന്നത് 1259 ഒരു ഹിജറ റമദാൻ മാസത്തിലായിരുന്നു എന്നുള്ളത് മുഹമ്മദുൽ ഫാത്തിഹിന്റെ നേതൃത്വത്തിൽ കോൺസ്റ്റാന്റിനോപ്പിൾ ഇസ്ലാമിക സമൂഹം സാമ്രാജ്യത്തിന്റെ ഭാഗമായി തീർന്നത് ലോക നാഗരികതയിലെ വലിയ പരിവർത്തനത്തിന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോഴും ഖുർആന്റെ അനുയായികൾ, ഇസ്ലാമിന്റെ അനുയായികൾ റമദാൻ മാസത്തിൽ വിരചിച്ച ചരിത്രഗാഥകൾ ഒരുപാടുണ്ട് പറയാൻ എന്ന് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം വിരസമായ ഒരു ആചാരം, അനുഷ്ഠാനം എന്നതിന് അപ്പുറത്തേക്ക് വർഷാവർഷം ആവർത്തിച്ച് നടത്തപ്പെടുന്ന ഒരു ആത്മീയ അനുഷ്ഠാനം എന്നതിന് അപ്പുറത്തേക്ക് നമ്മുടെ ജീവിതത്തിന്റെ അലകും പിടിയും തിരുത്തുന്ന, നമ്മുടെ ജീവിതത്തിന്റെ ഉള്ളും പുറവും ശുദ്ധീകരിക്കുന്ന വൈയക്തിക ജീവിതം മുതൽ നാഗരിക ജീവിതത്തിന്റെ, സാമൂഹ്യ ജീവിതത്തിന്റെ മുഴുവൻ തലങ്ങളിലും അല്ലാഹുവിന്റെ അഭീഷ്ടത്തിനനുസരിച്ചുകൊണ്ടുള്ള വലിയൊരു പരിവർത്തനം സംഭവിക്കുന്ന മാസമായിട്ട് റമദാൻ മാസത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയേണ്ടതുണ്ട്. ആ അർത്ഥത്തിലുള്ള പരിവർത്തനം നേടിയെടുക്കുവാൻ ഇസ്ലാമിക സമൂഹത്തിലെ ഓരോ അംഗത്തെയും പര്യാപ്തമാക്കി എടുക്കുക എന്നുള്ളതാണ് റമദാന്റെ ഉദ്ദേശ്യം. ആ ഉദ്ദേശത്തിൽ പരമപ്രധാനമായതാണ് തന്റെ ഇച്ഛകളോട് സമരം ചെയ്ത് അതിനെ പരാജയപ്പെടുത്തുവാൻ മുസ്ലിമിന് കരുത്തുണ്ടാവുക എന്നുള്ളത്. ആ അർത്ഥത്തിലുള്ള കരുത്തിനാണ് ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ ആത്മീയത എന്ന് പറയുന്നത്. ആത്മീയ കരുത്ത് എന്ന് പറയുന്നത് ശരീരത്തെ നിയന്ത്രിക്കുവാൻ, ഇച്ഛയെ നിയന്ത്രിക്കുവാൻ, ജീവിതത്തിന്റെ എല്ലാ രംഗത്തും ദൈവ നിയമങ്ങൾക്കനുസരിച്ചുകൊണ്ട് സ്വന്തം ജീവിതത്തെ നിയന്ത്രിക്കുവാനുള്ള കരുത്ത് നമ്മൾ ആർജിച്ചെടുക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത് കേവലമായ അന്നപാനീയങ്ങളുടെ വെടിയലല്ല, ശാരീരിക വികാരങ്ങളെ ഒരു മാസത്തെ പകലിൽ നിയന്ത്രിക്കുക എന്ന് പറയുന്നതിന് പറയുന്ന പേരല്ല നോമ്പ് എന്നുള്ളത്. മല്ലം യദഅ ഖൗല അസ്സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തആമഹു വശറാബഹു. ആരാണ് തന്റെ ജീവിതത്തിൽ മല്ലം യദഅ ഖൗല അസ്സൂർ, വ്യർത്ഥമായ വാക്കുകൾ, പൊള്ളയായ ആദർശങ്ങൾ, തദനുസാരമുള്ള പ്രവർത്തനങ്ങൾ ആരാണ് തന്റെ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കാത്തത്? അവൻ അന്നം ഉപേക്ഷിച്ചതുകൊണ്ട്, അവൻ വെള്ളം ഉപേക്ഷിച്ചതുകൊണ്ട്, അവൻ ലൈംഗിക വികാരങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട്. വെള്ളം മനുഷ്യൻ അല്ലാഹു ഹലാലാക്കിയ വസ്തുവാണ്, ഭക്ഷണം അല്ലാഹു ഹലാലാക്കിയതാണ്, വിഹിതമായ ലൈംഗിക ബന്ധം അല്ലാഹു ഹലാലാക്കിയതാണ്. ഈ ഹലാലായതിനെ റമദാന്റെ പകലുകളിൽ നിങ്ങൾ നിയന്ത്രിക്കുന്നത് ഹറാമിനെ ജീവിതത്തിൽ മുഴുവനും നിയന്ത്രിക്കുവാനുള്ള ശേഷി നിങ്ങൾക്ക്, നിങ്ങളുടെ ശരീരത്തിന്, നിങ്ങളുടെ മനസ്സിന് സിദ്ധിക്കുവാൻ വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ആ അടിസ്ഥാനത്തിൽ ജീവിതത്തെ കാണുവാനും ആ അർത്ഥത്തിൽ ജീവിതത്തിൽ പരിവർത്തനങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. ഇതിനാണ് ആദർശപരമായ പരിവർത്തനം എന്ന് പറയുന്നത്. ഈ ആദർശ പരിവർത്തനം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ ഉണ്ടായിത്തീരേണ്ടുന്ന അടുത്ത മാറ്റമാണ് സാമൂഹ്യമായ പരിവർത്തനത്തിന്റെ പങ്കാളികളായി നമ്മൾ മാറുക എന്നുള്ളത്. മൻ റഅ മിൻകും മുൻകറൻ ഫൽയുഗയ്യിറുഹു ബിയദിഹി ഫഇൻ ലം യസ്തതി ഫബിലിസാനിഹി ഫഇൻ ലം യസ്തതി ഫബിഖൽബിഹി ദാലിക അദ്അഫുൽ ഈമാൻ. പ്രവാചകൻ പഠിപ്പിക്കുകയുണ്ടായി, നിങ്ങളിൽ ഒരാൾ ഒരു തിന്മ കണ്ടാൽ കഴിയുമെങ്കിൽ അവൻ കൈകൊണ്ട് അതിനെ നീക്കട്ടെ എന്നാണ്. കൈകൊണ്ട് അതിനെ എതിർക്കട്ടെ, നീക്കട്ടെ. ഫൽയുഗയ്യിറുഹു, കൈകൊണ്ട് നീക്കുക. അതിന് കഴിയുന്നില്ല എങ്കിൽ നാവുകൊണ്ട് നീക്കുക. അതിന് കഴിയുന്നില്ല എങ്കിൽ മനസ്സുകൊണ്ട് നീക്കുക. ദാലിക അദ്അഫുൽ ഈമാൻ. വ്യക്തിപരമായി നന്നാവുക എന്നുള്ളത് ഈമാന്റെ ഏറ്റവും ദുർബലമായ പടിയാണ്. അവിടെ നിന്ന് ഈമാൻ വളരേണ്ടതുണ്ട്. നാവുകൊണ്ട് ഈ നന്മ പ്രഖ്യാപിക്കുക. സന്ദർഭം കിട്ടിക്കഴിഞ്ഞാൽ കൈകൊണ്ട് തിന്മയെ നീക്കം ചെയ്യുവാനുള്ള ക്രമപ്രവൃത്തമായ ഈമാന്റെ വളർച്ചയുടെ ഘട്ടങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടതുണ്ട്. വ്യക്തിപരമായി നമ്മൾ ഓരോരുത്തരും നല്ലവരാണ്. ഞാൻ മദ്യപിക്കാറില്ല, ഞാൻ വ്യഭിചരിക്കാറില്ല, ഞാൻ ഹലാലുകൾ മാത്രമേ ചെയ്യുകയുള്ളൂ, ഞാൻ ഹറാമുകളിൽ നിന്ന് പരമാവധി വിട്ടുനിൽക്കുന്നവനാണ്, ഞാൻ നമസ്കരിക്കും, ഞാൻ സക്കാത്ത് കൊടുക്കും, ഞാൻ ഹജ്ജ് ചെയ്യും, ഞാൻ ഖുർആനോടും. വ്യക്തി എന്ന നിലയിൽ നമ്മൾ ഓരോരുത്തരും നല്ല മനുഷ്യരാണ്. അങ്ങനെ നല്ല വ്യക്തികളെ ഉണ്ടാക്കിയെടുക്കുക എന്നതുകൊണ്ട് മാത്രം ഇസ്ലാം അതിന്റെ ലക്ഷ്യം പരിമിതപ്പെടുത്തുന്നില്ല.
നല്ല സമൂഹത്തെ രൂപപ്പെടുത്തിയെടുക്കേണ്ടതുണ്ട്. നല്ല സമൂഹത്തെ രൂപപ്പെടുത്തിയെടുക്കണമെങ്കിൽ നല്ലവരായ വ്യക്തികൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് മനുഷ്യരെ ചീത്തയിലേക്ക് നയിക്കുന്ന, മനുഷ്യരെ തിന്മയിൽ ബന്ധിച്ചു കിടക്കുന്ന ആ ശക്തികൾക്കെതിരായ വാക്കുകൊണ്ടുള്ള പ്രവർത്തനത്തിൽ, കൈകൊണ്ടുള്ള ശക്തി കൊണ്ടുള്ള പ്രവർത്തനത്തിൽ പങ്കാളികളാകേണ്ടതുണ്ട്. മഹാനായ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നബുവത്തിന്റെ ദൗത്യം ഏൽപ്പിക്കപ്പെട്ടതിനു ശേഷം പ്രവാചകൻ കിടന്നുറങ്ങുമ്പോൾ യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ, പുതപ്പിട്ട് മൂടി കിടക്കുന്നവരെ എഴുന്നേൽക്കുക, ഖും ഫഅൻദിർ, എഴുന്നേറ്റ് നിന്നിട്ട് നീ ലോകത്തോട് താക്കീത് ചെയ്യുക, ഫസ്ത ബിമാ തുഅമർ, കൽപ്പിക്കപ്പെട്ടത് താങ്കൾ ഉച്ചസ്ഥരം പ്രഖ്യാപിക്കുക, ഉദു ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മത്തി വൽ മൗഇദത്തിൽ ഹസന, ദൈവിക സന്മാർഗ്ഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക, വഅ്മുറു ബിൽ മഅറൂഫി വൻഹ അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുക, തിന്മ തടയുക തുടങ്ങിയ ദൗത്യം പ്രവാചകനെയും അനുചരന്മാരെയും അല്ലാഹു ഏൽപ്പിക്കുന്നുണ്ട്. ആ അടിസ്ഥാനത്തിൽ സാമൂഹ്യമായ നന്മയിൽ അധിഷ്ഠിതമായ അവബോധം, വ്യക്തിപരമായ നന്മ മാത്രമല്ല, വൈയക്തിക അവബോധമല്ല, സാമൂഹിക അവബോധം കൂടി നമുക്ക് വളർത്തിയെടുക്കുവാൻ കഴിയേണ്ടതുണ്ട്. ആ സാമൂഹ്യ അവബോധം നമുക്ക് പകർന്നു കിട്ടുവാനും ആ സാമൂഹ്യ പ്രക്രിയയിൽ പങ്കാളികളാകുവാനും കഴിയുമ്പോഴാണ് നമ്മൾ മുഅ്മിനാവുകയുള്ളൂ. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫി വതൻകൗന അനിൽ മുൻകരി വതുഅ്മിനൂന ബില്ലാഹ്. നമുക്കേവർക്കും സുപരിചിതമായ വിശുദ്ധ ഖുർആൻ ആയത്താണ്. ഇസ്ലാമിക സമൂഹത്തിന്റെ ദൗത്യം, ഉത്തരവാദിത്തം വളരെ വസ്തുനിഷ്ഠമായി, വ്യാഖ്യാനങ്ങൾ ആവശ്യമില്ലാത്ത വണ്ണം അല്ലാഹു വിശദീകരിക്കുകയാണ്. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, നിങ്ങൾ ഖൈറു ഉമ്മത്താണ്. ഖൈറു ഉമ്മത്ത് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കപ്പെടുന്നത് വ്യക്തിപരമായി നിങ്ങളെല്ലാം ഹംസയും അബ്ബാസും സൈനുദ്ദീനും അൻവറും ഫൈസലും ഒക്കെ നല്ല മനുഷ്യന്മാരാണ്, നല്ല മനുഷ്യരുടെ ഒരു സമുദായമാണിത് എന്നതല്ല. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, മുഴുവൻ മാനവരാശിക്കും വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട നിയോഗിതമായ ഒരു സമൂഹമാണ്, സൊസൈറ്റിയാണ്, ഉമ്മത്താണ് നിങ്ങൾ. തഅ്മുറൂന ബിൽ മഅറൂഫ്, നിങ്ങൾ ഒരുമിച്ച് നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നു. വതൻഹൗന അനിൽ മുൻകർ, നിങ്ങൾ ഒരുമിച്ച് തിന്മയ്ക്കെതിരായ നിലപാട് സ്വീകരിക്കുന്നു. വതുഅ്മിനൂന ബില്ലാഹ്, നിങ്ങൾ ഒരുമിച്ച് അല്ലാഹുവിൽ വിശ്വസിക്കുന്നു. വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅ, ആ അർത്ഥത്തിലുള്ള ദൈവിക മാസത്തെ നിങ്ങൾ ഒരുമിച്ച് മുറുകെ പിടിക്കൂ എന്ന് പറയുന്നതിന്റെയും സാരമിതാണ്. മുഴുവൻ സമൂഹവും ഈ ധാരയിലേക്ക് ലയിച്ചു ചേരുവാൻ സന്നദ്ധമല്ലാത്ത സാഹചര്യത്തിൽ വൽതകും മിൻകും ഉമ്മ, ഈ ബോധമുള്ള ആളുകൾ ഈ ആദർശത്തിന് വേണ്ടി എഴുന്നേറ്റ് നിന്നേ മതിയാകൂ. വൽതകും മിൻകും ഉമ്മ, നിങ്ങളിൽ നിന്നൊരു സമൂഹം ഉണ്ടാകട്ടെ. യഅ്മുറൂന യദഊന ഇലൽ ഖൈരി, നന്മയിലേക്ക് ക്ഷണിക്കുന്ന, വയഅ്മുറൂന ബിൽ മഅറൂഫി, നന്മ കൽപ്പിക്കുന്ന, വയൻഹൗന അനിൽ മുൻകരി, തിന്മ തടയുന്ന, നന്മ സ്ഥാപിക്കുന്ന, തിന്മ തടയുന്ന ദൈവിക മാർഗദർശനത്തിലേക്ക്, ഇസ്ലാമിലേക്ക്, അല്ലാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന ഒരു സമൂഹം, ഒരു പറ്റം കൂട്ടായ്മ നിങ്ങളിൽ നിന്ന് ഉയർന്നു വരട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് ആവശ്യപ്പെടുകയാണ്. ആ അർത്ഥത്തിലുള്ള സാമൂഹ്യമായ ഇസ്ലാമിന്റെ നന്മകളോടുള്ള സ്നേഹം, പ്രതിബദ്ധത നമ്മുടെ ഇടയിൽ വളർന്നു വരുവാനും ആ സാമൂഹ്യ പ്രക്രിയയുടെ ഭാഗമായി തീരുവാൻ നമ്മൾ ഓരോരുത്തരും കഴിവും യോഗ്യതകളും ആ മാർഗത്തിൽ സമർപ്പിക്കുവാനുമുള്ള സന്നദ്ധത പ്രകടിപ്പിക്കേണ്ട സാഹചര്യവും കൂടിയാണ് റമദാൻ മാസം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഈ സന്നദ്ധത ചരിത്രത്തിൽ പൂർവികരായ ആളുകൾ പ്രകടിപ്പിച്ചപ്പോഴാണ് ബദർ ഉണ്ടായത്, മക്കം ഫതഹ് ഉണ്ടായത്, ബൈത്തുൽ മുഖദ്ദസിന്റെ മോചനം ഉണ്ടായത്, കോൺസ്റ്റാന്റിനോപ്പിളിന്റെ വിമോചനം സംഭവിച്ചത് എന്ന് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിന്റെ ബദറിനെ അഭിമുഖീകരിക്കുവാൻ, ഈ കാലഘട്ടത്തിന്റെ പരാജയപ്പെട്ട മക്കയെ അഭിമുഖീകരിക്കുവാൻ, ഈ കാലഘട്ടത്തിൽ കീഴ്പ്പെടുത്തപ്പെട്ട കോൺസ്റ്റാന്റിനോപ്പിളുകളെ വിമോചിപ്പിക്കുവാൻ, ഈ കാലഘട്ടത്തിലെ ബൈത്തുൽ മുഖദ്ദിസുകളെ വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൽ എനിക്കും നിങ്ങൾക്കും ധാർമ്മികമായ ഇസ്ലാമികമായ ബാധ്യതകൾ നിർവഹിക്കുവാനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ആ അടിസ്ഥാനത്തിൽ രംഗത്തു വരുന്ന ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം മുഴുവൻ മാനവരാശിക്കും വേണ്ടി നിലകൊള്ളുക എന്ന് പറയുമ്പോൾ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന ആത്മീയ നന്മകളെ ജീവിതത്തിൽ പ്രതിനിധീകരിക്കുക, ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന സാമൂഹ്യ നന്മകൾ സ്ഥാപിച്ചെടുക്കുവാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക. ആ അടിസ്ഥാനത്തിൽ
ഇസ്ലാം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്ന സാമൂഹ്യ നന്മകളിൽ വളരെ സുപ്രധാനമായതാണ് ലഖദ് അർസൽനാ റുസുലനാ ബിൽ ബയ്യിനാതി വഅൻസൽനാ മഅഹുൽ കിതാബ വൽ മീസാൻ ലിയഖൂമ الناس بالقسط وأنزلنا الحديد فيه بأس شديد ومنافع للناس നാം നമ്മുടെ പ്രവാചകന്മാരെ ലോകത്തേക്ക് അയച്ചു വഅൻസൽനാ മഅഹുൽ കിതാബ വൽ മീസാൻ വേദഗ്രന്ഥം അവരോടൊപ്പം ഇറക്കി വൽ മീസാൻ തുലാസ് ഇറക്കി ലിയഖൂമ الناس بالقسط ജനങ്ങൾ നീതിയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നതിന് വേണ്ടിയിട്ട് വഅൻസൽനൽ ഹദീദ അധികാരവും ഇറക്കി കൊടുത്തു ഫീഹി ബഅസുൻ ശദീദ് അതിന് വലിയ പ്രകരശേഷിയുണ്ട് വമനാഫിഉ ലിന്നാസ് ജനങ്ങൾക്ക് അതിൽ ധാരാളം ഉപകാരങ്ങളുമുണ്ട് വലിയഅലമല്ലാഹു യഅലമല്ലാഹ വറസൂലുഹു അല്ലാഹുവും അവന്റെ റസൂലും അറിയുവാൻ വേണ്ടിയിട്ടാണ് മൈ യൻസുറുല്ലാഹ വറസൂലുഹു ബിൽ ഗൈബ് ആരാണ് അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അദൃശ്യമായ സന്ദർഭത്തിൽ അസാന്നിധ്യത്തിൽ സഹായിക്കുന്നത് എന്ന് അറിയുവാൻ വേണ്ടിയാണ് എന്ന് ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടത്തിൽ കൂനൂ ഖവ്വാമീന ലില്ലാഹി ശുഹദാഅ ബിൽ ഖിസ്ത് നീതിക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുക എന്നുള്ളത് അല്ലാഹുവിന് വേണ്ടി നിലകൊള്ളുക എന്നുള്ളത് നമ്മുടെ മതപരമായ ബാധ്യതയാണ് എന്ന് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹോദരങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ അടിസ്ഥാനത്തിൽ ഖുർആൻ അവതരിച്ചതിന്റെ ഫലമായി കൊണ്ട് ലോകത്തുണ്ടായിത്തീർന്ന നന്മകൾ നമ്മിലേക്ക് സാംശീകരിക്കുവാൻ ചരിത്രത്തിൽ ഖുർആൻ അവതീർണമായ ഒരു കാലഘട്ടമുണ്ടല്ലോ. ആ കാലഘട്ടത്തിൽ ഖുർആൻ അതിന്റെ അനുചരന്മാരെ അനുയായികളെ അത് അഭിസംബോധന ചെയ്ത സമൂഹത്തെ എങ്ങനെയാണ് പരിവർത്തിപ്പിച്ചത് എന്ന് സ്വാധീനിച്ചത് എന്ന് ചരിത്രത്തിൽ നിരവധി തെളിവുകളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഖുർആൻ ഉണ്ടാക്കിയെടുത്ത സാമൂഹ്യ പരിവർത്തനങ്ങളിൽ ചെറിയ ഉദാഹരണങ്ങൾ കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. മഹാനായ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നമ്മൾ വിശുദ്ധ ഖുർആന്റെ അവതരണം നടക്കുകയാണ്. ഉഹദ് രണാങ്കണത്തിലേക്കുള്ള പുറപ്പാടിനുള്ള പൊതുവായ ആഹ്വാനം രംഗത്ത് വരുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ പറയുന്നു, കാന റജുലു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാന റജുലു മിന്നാ ഇദാ തഅല്ലമ അശറ ആയാതി മിനൽ ഖുർആനി ലം യുജാവിസ്ഹുന്ന ഹത്താ യഅരിഫ മആനിഹിന്ന വൽ അമല ബിഹിന്ന. ഞങ്ങളിൽപ്പെട്ട ചില ആളുകൾ പ്രവാചകന്റെ തിരുമുഖത്തു നിന്ന് വിശുദ്ധ ഖുർആന്റെ 10 ആയത്തുകൾ മനസ്സിലാക്കിയാൽ പഠിച്ചു കഴിഞ്ഞാൽ അത് ശരിയായി ഗ്രഹിക്കുകയും അതനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്തതിനു ശേഷമല്ലാതെ ബാക്കി ഭാഗങ്ങൾ പഠിക്കുവാൻ പിന്നീട് നബിയുടെ അടുക്കലേക്ക് വരാറുണ്ടായിരുന്നില്ല. ആ അടിസ്ഥാനത്തിൽ ഖുർആനെ ജീവിതത്തിലേക്ക് ഏറ്റുവാങ്ങുവാൻ അതിന്റെ അക്ഷരങ്ങൾ മാത്രമല്ല, അതിന്റെ വാക്കുകൾ മാത്രമല്ല, അതിന്റെ ആയത്തുകളോ സൂറത്തുകളോ മാത്രമല്ല, അതിന്റെ ആശയം ഉള്ളിലേക്ക് ആവാഹിച്ചുകൊണ്ട് അത് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടുള്ള അതിനുവേണ്ടി എന്തെല്ലാം ത്യജിക്കേണ്ടി വന്നാലും ത്യജിച്ചുകൊണ്ട് ഖുർആൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ വേണ്ടി രംഗത്ത് വന്ന ഒരു തലമുറ നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ആലു ഇംറാനിലെ 92-ാമത്തെ ആയത്തായ ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ. നമ്മുടെ വിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ സ്വാധീനിക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ഉദാഹരണം കൂടിയാണിത്. മഹാനായ അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു ഈ ആയത്ത് കേൾക്കുകയാണ്, ലൻ തനാലുൽ ബിർറ നിങ്ങൾക്ക് പുണ്യം കരസ്ഥമാക്കുവാൻ കഴിയുകയില്ല ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബു നിങ്ങൾ പ്രിയപ്പെട്ടത് അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവഴിക്കുവോളം വരെ നിങ്ങൾക്ക് പുണ്യം നേടിയെടുക്കുവാൻ കഴിയുകയില്ല എന്നുള്ള ആയത്ത് കേട്ട മാത്രയിൽ പ്രവാചകന്റെ സദസ്സിലേക്ക് ഓടിക്കിടച്ചു കൊണ്ടുവരികയാണ്. പ്രവാചകരെ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്, ഞാൻ ഏറ്റവും സ്നേഹിക്കുന്നത് ബൈറൂഹ എന്ന് പറയുന്ന എന്റെ ഈത്തപ്പന തോട്ടമാണ്, വലിയൊരു തോട്ടമാണ്. അത് ഞാനിതാ പൂർണ്ണമായിട്ടും അല്ലാഹുവിന് അവന്റെ റസൂലിന് ഇസ്ലാമിന് വേണ്ടി വിട്ടുതന്നിരിക്കുകയാണ് എന്ന് പ്രവാചകന്റെ അടുക്കൽ വന്ന് പറയുന്നുണ്ട്. പ്രവാചകൻ പറഞ്ഞു, അതിന്റെ 1/3 മതി, 2/3 നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അബൂ തൽഹയെ ആശ്വസിപ്പിച്ച് തിരിച്ചുവിടുന്ന രംഗം നമുക്ക് കാണുവാൻ കഴിയും. എത്ര ആയത്തുകളാണ് ദിനേന നമ്മൾ ഓതി വായിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മനസ്സിൽ ഇത്തരമൊരു ചിന്ത ഒരായത്ത് കേട്ട് കഴിയുമ്പോൾ എന്റെ ജീവിതവുമായി തട്ടിച്ചു നോക്കുവാൻ, എന്റെ ജീവിതത്തിൽ ഇത് പ്രയോഗവൽക്കരിക്കുവാൻ, ഇതിന്റെ സന്ദേശം ഉൾക്കൊള്ളുവാൻ നമുക്ക്
എത്ര പേർക്ക് കഴിയുന്നുണ്ട് എന്നുള്ള വലിയൊരു ആത്മപരിശോധന റമദാനിൽ നമ്മൾ നടത്തേണ്ടതുണ്ട്. ഇഹ്തിസാബിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ റമദാന്റെ ഏറ്റവും വലിയ ഗിഫ്റ്റ്, സമ്മാനമായ ഖുർആനെ മുൻനിർത്തിക്കൊണ്ട് ജീവിതത്തെ വിലയിരുത്തുക എന്നുള്ളത്. അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു ബൈറുഹ എന്ന് പറയുന്ന ആ തോട്ടം കൊടുത്തു. മദീന മുനവ്വറ സന്ദർശിച്ചിട്ടുള്ള ആളുകൾക്കറിയാം, ഇന്നത് മദീന പള്ളിയുടെ ഭാഗമാണ്. പള്ളി വികസിച്ചപ്പോൾ ബൈറുഹ തോട്ടം ഇന്ന് ലക്ഷോപലക്ഷം വരുന്ന തീർത്ഥാടകരുടെ കണ്ണീരുകൊണ്ട് നനയുന്ന സുജൂദിന്റെ നിലമായി മാറിയിരിക്കുകയാണ്. ഈ അർത്ഥത്തിലേക്ക് അദ്ദേഹത്തിന് ചരിത്രത്തിൽ ഇടം പിടിക്കുവാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത് എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നിരവധി വ്യക്തിത്വങ്ങളുണ്ട്. ഉഹദ് യുദ്ധത്തിലേക്കുള്ള വലിയ പ്രഖ്യാപനം വരികയാണ്. യുദ്ധാഹ്വാനം, ജിഹാദിന് വേണ്ടിയിട്ടുള്ള ക്ഷണം വരികയാണ്. ജാഹിദൂ ഫീ സബീലില്ലാഹി ബിഅംവാലികും വഅൻഫുസികും, ധനം കൊണ്ടും ദേഹം കൊണ്ടും അള്ളാന്റെ മാർഗത്തിൽ നിങ്ങൾ ജിഹാദ് ചെയ്യണം എന്നുള്ള വിശുദ്ധ ഖുർആന്റെ ആയത്ത് അവതരിച്ചപ്പോൾ രണ്ടുപേർ വീട്ടിൽ നിന്ന് തർക്കിക്കുകയാണ്. പിതാവും മകനും തമ്മിലാണ് തർക്കം. ആരാണ് യുദ്ധത്തിന് പോകേണ്ടത്? ആരാണ് വീടിന്റെ കാര്യങ്ങൾ നോക്കി വീട്ടിലിരിക്കേണ്ടത്? അവസാനം വാപ്പയും മകനും തമ്മിൽ നറുക്കിടുകയാണ്. നറുക്ക് വീണത് മകൻ അനുകൂലമായിട്ടായിരുന്നു. ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് മകൻ ഓടിപ്പോകുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ പിതാവ് ചോദിക്കുന്നുണ്ട്, ആസറനി ബികായ ബുനയ്യ, എന്നെ പകരം വിട്ടുകൂടെ പുന്നാര മോനെ എന്ന്. അപ്പൊ അദ്ദേഹം പറയുന്നു, എന്താണ് താങ്കൾ വിചാരിച്ചത്? യാ അബതി ഇന്നകൽ ജന്ന, ഇത് സ്വർഗ്ഗത്തിന്റെ വിഷയമാണ്. വലൗ കാന ശൈഉൻ ഗൈറഹ, ഇതല്ലാത്ത മറ്റൊരു കാര്യമായിരുന്നുവെങ്കിൽ ലആഖർതുക, താങ്കളെ ഞാൻ പകരക്കാരനായി വിടുമായിരുന്നു. അതുകൊണ്ട് സ്വർഗ്ഗത്തിന്റെ മുമ്പിൽ ആരെയും പരിഗണിക്കാതെ, നന്മയുടെ മുമ്പിൽ ആരെയും പരിഗണിക്കാതെ അതിന് മുന്തിയ സ്ഥാനം ജീവിതത്തിൽ കൊടുക്കുവാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് വീണ്ടും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചരിത്രം വായിക്കുമ്പോൾ ലൈസ അലൽ അഅ്മാ ഹറജുൻ വലാ അലൽ എന്ന ആയത്ത്, അതായത് രോഗികൾക്ക്, അതുപോലെ പ്രയാസം അനുഭവിക്കുന്നത് ശാരീരിക വൈകല്യമുള്ളവർക്ക് യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് ഇളവ് കൊടുത്ത സന്ദർഭത്തിൽ അൻസാരി എന്ന് പറയുന്ന മറ്റൊരു സഹാബിയാണ്. അദ്ദേഹത്തിന്റെ 4 മക്കളെയും അദ്ദേഹം ജിഹാദിന്റെ രണാങ്കണത്തിലേക്ക്, ഉഹദിന്റെ രണഭൂമിയിലേക്ക് പറഞ്ഞയക്കുന്ന രംഗമുണ്ട്. പക്ഷേ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് അവരെല്ലാവരും തനിക്ക് പകരമായി യുദ്ധത്തിൽ പങ്കെടുക്കുകയും ഷഹാദത്ത് വരിക്കുകയും ചെയ്തവരാണ്. പക്ഷേ പ്രവാചകന്റെ അടുക്കൽ വന്നുകൊണ്ട് അദ്ദേഹം യുദ്ധത്തിൽ പങ്കെടുക്കുക, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള രക്തസാക്ഷ്യം മോഹിച്ചുകൊണ്ട് പ്രവാചകനോടൊപ്പം യുദ്ധത്തിൽ പങ്കെടുക്കുകയും അല്ലാഹു അദ്ദേഹത്തിന്റെ ആഗ്രഹത്തെ സബലീകരിച്ചു കൊടുക്കുകയും ചെയ്തു എന്നുള്ളത് ചരിത്രമാണ്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിലേക്ക് ഖുർആന്റെ അധ്യാപനങ്ങൾ കടന്നു വരേണ്ടുന്ന, അത് നമ്മൾ പ്രയോഗവൽക്കരിക്കേണ്ടുന്ന, അതിന്റെ ആഹ്വാനങ്ങൾ ഏറ്റുവാങ്ങുവാൻ നമ്മുടെ മനസ്സുകളെ തുറന്നു വെക്കേണ്ടുന്ന സന്ദർഭമാണിത്. ആധുനിക കാലഘട്ടത്തിൽ അതിനൊക്കെ ഒത്തിരി ഉദാഹരണങ്ങളുണ്ട്. ഈജിപ്തിലെ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ വോളണ്ടിയറായിരുന്ന ഹാഷിം റിഫായി ഷഹീദ് സയ്യിദ് ഖുത്ബിനോടൊപ്പം ഉസ്താദ് ഷഹീദ് അബ്ദുൽ ഖാദിർ ഔദയോടൊപ്പം തൂക്കിലേറ്റപ്പെട്ട ചെറുപ്പക്കാരനായിരുന്നു. അറബി കവിയായിരുന്ന ആ ചെറുപ്പക്കാരൻ തൂക്കിലേറ്റപ്പെടുന്ന പകലിന്റെ തലേന്ന് രാത്രി ഇരുന്നു കൊണ്ട് മഹാനായ ഹാഷിം റിഫായി തന്റെ പിതാവിന് എഴുതുന്ന ഒരു കത്തുണ്ട്. മുഅ്മിനായിക്കൊണ്ട് ഞാൻ ഇത്ര 10-30 വയസ്സ് വരെയും ജീവിച്ചു. പക്ഷേ എന്റെ ജീവിതം അവസാനിക്കുന്ന, എന്റെ ആത്മാവ് അതിന്റെ സന്ധിസ്ഥലമായ, സംഗമസ്ഥലമായ സ്വർഗത്തിലേക്ക് എത്തിച്ചേരാൻ പോകുന്ന, അള്ളാഹുവിനെ കണ്ടുമുട്ടുവാൻ പോകുന്ന അവസാന നിമിഷത്തിലാണ് ഈമാന്റെ മാധുര്യം എനിക്ക് ആസ്വദിക്കുവാൻ കഴിഞ്ഞത് എന്ന് എന്ന് തുടങ്ങുന്ന അദ്ദേഹത്തിന്റെ കവിതയിലൂടെ, ഈരടിയിലൂടെ മരണം ഉറപ്പാക്കിയ ഒരു വ്യക്തി മരണത്തിന്റെ തലേന്നാൾ രാത്രി പ്രിയ പിതാവിന് എഴുതുന്ന രംഗങ്ങൾ 20-ാം നൂറ്റാണ്ടിൽ നമ്മൾ ദർശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ച
സാധിച്ചിടത്തോളം ഈ അവസ്ഥയിലേക്ക് വളർന്നു വരുവാൻ കഴിയുന്ന വിധത്തിലുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നമ്മൾ നടത്തിയേ മതിയാകൂ. നമ്മൾ സന്നദ്ധരല്ല എങ്കിൽ നമ്മെ അല്ലാഹു പരിവർത്തിപ്പിക്കുകയില്ല. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഒരു ജനത തങ്ങളെ സ്വയം പരിവർത്തിപ്പിക്കുവാൻ സന്നദ്ധമാകുന്നില്ലെങ്കിൽ പടച്ച തമ്പുരാൻ അവരെ പരിവർത്തിപ്പിക്കുകയില്ല എന്നാണ് ഇസ്ലാമിക സമൂഹത്തിന്റെ ഭാഗം എന്ന നിലയിൽ നമ്മൾ ഓരോരുത്തരും നമ്മെയും നമ്മുടെ സമുദായത്തെയും സംബന്ധിച്ച് തികഞ്ഞ ആത്മപരിശോധന ഈ സന്ദർഭത്തിൽ നടത്തേണ്ടതുണ്ട്. മൻസാമ റമളാൻ ഈമാനൻ വഹ്തിസാബൻ, വിശ്വാസത്തിന്റെ ഇഹ്തിസാബിന്റെ സന്ദർഭമാണ്. ഈമാന്റെയും കണക്കെടുപ്പിന്റെയും സന്ദർഭമാണ്. നമ്മുടെ കണക്കെടുപ്പിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാകണം നാമും നിങ്ങളും അടങ്ങുന്ന ഈ സമുദായത്തെ പറ്റിയിട്ടുള്ള വിലയിരുത്തൽ എന്നുള്ളത്. ലോകത്തിന് വേണ്ടപ്പെട്ട ഒരു ജനതയായിട്ട്, സമൂഹത്തിന് വേണ്ടപ്പെട്ട ഒരു ജനതയായിട്ട് ആത്മീയമായി, ധാർമ്മികമായി, നമുക്ക് മാനവികമായി നമുക്ക് ഉയർന്നു നിൽക്കുവാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് പ്രവാചകന്മാർ അങ്ങനെയായിരുന്നു. സമൂഹത്തിന് വേണ്ടപ്പെട്ടവരായിരുന്നു. തിരസ്കൃതരായ ആളുകളായിരുന്ന സന്ദർഭത്തിൽ പോലും അവരെ പറ്റി ജനങ്ങൾ പറയാറുണ്ടായിരുന്നു. മഹാനായ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നുബൂവത്ത് കിട്ടി പനിച്ച് വിറച്ച് വീട്ടിൽ വന്നുകൊണ്ട് ഭാര്യയോട് ആവലാതിപ്പെടുകയാണ്, എനിക്കെന്തോ സംഭവിച്ചിരിക്കുകയാണ്, എന്നെ ദൈവം കൈവിടിഞ്ഞു പോയിട്ടുണ്ടോ, അള്ളാഹു കൈവിടിഞ്ഞു പോയോ എന്ന് പ്രയാസപ്പെട്ട് വേദനിച്ച് കരഞ്ഞുകൊണ്ട് പറയുന്ന പ്രിയതമനോട് ഭാര്യ ഖദീജ ബിബി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, കല്ല, ഒരിക്കലും പരിതപിക്കുവാൻ പാടില്ല. അബ്ശിർ, താങ്കൾ സുവിശേഷവാനാണ്, താങ്കൾ സന്തോഷിച്ചു കൊള്ളുക. ഫവല്ലാഹി ലൻ യുഖ്സിയക്കല്ലാഹു അബദാ, അല്ലാഹു താങ്കളെ ഒരിക്കലും കൈയൊഴിയുകയില്ല, താങ്കളെ അല്ലാഹു നിന്ദിക്കുകയില്ല. കാരണം ഇന്നക ലതസിലുർ റഹ്മ, താങ്കൾ ബന്ധങ്ങളെ ചേർക്കുന്നവനാണ്. വതുസദ്ദിഖുൽ ഹദീസ, സത്യം പറയുന്നവനാണ്. വതഹ്മീലുൽ കല്ല, ഭാരം ചുമക്കുന്നവനാണ്. വതുഖർരിൽ വൈഫ, അതിഥികളെ ആദരിക്കുന്നവനാണ്. വതുഈനു അലാ നവാഇബിദ് ദഹർ, കാലവിപത്തിന് അടിപ്പെട്ടു പോയവരെ സംരക്ഷിക്കുകയും പരിചരിക്കുകയും ചെയ്യുന്ന ഉത്കൃഷ്ട വ്യക്തിത്വത്തിന്റെ ഇസ്ലാമിക ജീവിതത്തിന്റെ വ്യത്യസ്ത ഭാവങ്ങൾ ഇതിലൂടെയെല്ലാം പ്രവാചകന്റെ ജീവിതത്തെ സംബന്ധിച്ച് വരച്ചു കാണിക്കുന്ന ഈ ചെറിയ വചനങ്ങളിലുണ്ട്. സത്യം പറയുന്ന, ബന്ധം ചേർക്കുന്ന, ഭാരം ചുമക്കുന്ന, അതിഥിയെ സ്നേഹിക്കുന്ന, കാലവിപത്തുകൾക്ക് അടിപ്പെട്ടു പോയവരെ സഹായിക്കുന്ന, പുനരധിവസിപ്പിക്കുന്ന പ്രവാചക വ്യക്തിത്വം നമ്മൾ ആർജിക്കുക. ഇത് നുബൂവത്തിന് മുമ്പുള്ള സന്ദർഭമായിരുന്നു. അതാണ് നുബൂവത്ത് ആളുകൾ അംഗീകരിക്കുവാൻ, നുബൂവത്തിനെ തള്ളിക്കളഞ്ഞവർ പോലും പ്രവാചകനെ അംഗീകരിക്കുവാൻ കാരണമായി തീർന്നിരുന്നത്. പ്രവാചകരെ, മുഹമ്മദേ, ഇന്നാലാനു കദ്ദിബുക, താങ്കളെ കളവാക്കുവാൻ ഞങ്ങൾ കഴിയില്ല. വലാകിൻ നുകദ്ദിബു മാ ജിഅത ബി, താങ്കൾ കൊണ്ടുവന്നതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. പക്ഷേ നിങ്ങളെ വ്യക്തിത്വമുണ്ടല്ലോ, താങ്കളുടെ സ്വഭാവ മഹിമയുണ്ടല്ലോ, ഇതിനെ നിരാകരിക്കുവാൻ നമുക്ക് കഴിയുകയില്ല എന്ന് ഖുറൈശികൾക്ക് പറയേണ്ടി വന്നത് നമ്മെ സംബന്ധിച്ച് അങ്ങനെ ആളുകൾ പറയുമോ എന്നുള്ളത് ഈ സന്ദർഭത്തിൽ നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. അബസീനിയൻ പലായനത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അബിസീനിയയിലേക്ക് പോകുവാൻ മക്കയുടെ അതിർത്തിയിലേക്ക് എത്തിയ സന്ദർഭത്തിൽ ഖുറൈശികളുമായിട്ടുള്ള സഖ്യത്തിലേർപ്പെട്ട ഗോത്രത്തിന്റെ നേതാവ് ഇബ്നു ദഗന അബൂബക്കറിനെ തടഞ്ഞു നിർത്തി കാര്യങ്ങൾ ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, താങ്കളെ പോലുള്ള ആളുകൾ പോകുവാൻ പാടില്ല അബൂബക്കറെ, താങ്കളെ പോലുള്ള ആളുകളെ ആര് വിചാരിച്ചാലും പുറത്താക്കപ്പെടുവാനും പാടില്ല. താങ്കൾ ഇവിടെ വേണ്ടയാളാണ്, മക്കയ്ക്ക് വേണ്ടയാളാണ് താങ്കൾ എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഇബ്നു ദഗന എന്ന് പറയുന്ന ശത്രു നേതാവ് പ്രസ്താവിക്കുകയാണ്. എന്താണ്? ഫഇന്നക ലതക്സിബുൽ മഅദൂമ വതസിലുർ റഹിമ വതസിലുർ റഹിമ വതഹ്മിലുൽ കല്ല വതുഈനു അലാ നവാഇബിദ് ദഹർ. പ്രവാചകൻ എന്തെല്ലാം വൈയക്തികമായ സവിശേഷതകളും ഗുണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം അബൂബക്കർ താങ്കൾക്കുമുണ്ട് എന്ന് ഒരു ശത്രു പറയുന്ന അവസ്ഥയിലേക്ക് ധാർമ്മികമായ, ഇസ്ലാമികമായ, സാമൂഹ്യമായ അസ്തിത്വവും വ്യക്തിത്വവും അവർ സമൂഹത്തിന്റെ മുമ്പിൽ സ്ഥാപിക്കുകയും തെളിയിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. ആ അടിസ്ഥാനത്തിലേക്ക് നമുക്ക് വളർന്നു വരുവാൻ കഴിയേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മുടെ ആത്മീയമായ ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാകണം, നമ്മുടെ സ്വഭാവ സംസ്കാരങ്ങളിൽ വമ്പിച്ച മാറ്റം ഉണ്ടാകണം. ഇസ്ലാമികമായ ദൗത്യം നമ്മൾ ഏറ്റെടുക്കണം.
ലോകത്തിന് വേണ്ടപ്പെട്ടവരായിട്ട് നമ്മൾ മാറണം. മനുഷ്യ സമൂഹത്തിന്റെ പ്രയാസങ്ങളിൽ, പ്രതിസന്ധികളിൽ അവരോടൊപ്പം നിൽക്കുവാൻ കഴിയുന്ന അവസ്ഥയിലേക്കുള്ള ധാർമ്മികമായ, മാനവികമായ കരുത്ത് പ്രകടിപ്പിക്കുവാൻ കഴിയുന്ന ഇതാണ് ശക്തി, ഇതാണ് കരുത്ത്. ഈ കരുത്താരുടെ കയ്യിലാണോ ഉള്ളത് അവരാണ് സമൂഹത്തെ നയിക്കുന്നത്. ആ നായകത്വ പദവിയിലേക്ക് ഉയർന്നു വരുവാൻ കഴിയുന്ന ആ പ്രവാചകന്മാരെ നാം ലോകത്തിന്റെ നായകന്മാരാക്കി. ആ നായക സ്ഥാനത്ത് പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള ജനതയുടെ ഭാഗമാണ് ഞാനും നിങ്ങളും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുവാൻ റമദാൻ നമ്മെ ഏൽപ്പിക്കുന്ന കനത്ത ബാധ്യത ഇതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തിന്റെ ഈ കാലഘട്ടത്തിലെ പുനരാവിഷ്കരണമായി തീരുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട്. എന്നാണോ നമുക്കതിന് കഴിയുക അന്നാണ് അല്ലാഹു നമ്മെ സഹായിക്കുകയുള്ളൂ. ആ അർത്ഥത്തിലുള്ള വലിയ പരിവർത്തനത്തിലേക്ക് നമ്മെ പറിച്ചു നടുവാൻ, ആ പരിവർത്തനത്തിന്റെ പാതയിൽ മുന്നോട്ട് പോകുവാൻ നമുക്ക് ഈ സംഗമം എല്ലാ അർത്ഥത്തിലും സഹായകമായി തീരട്ടെ. കേരളത്തിന്റെ വിവിധങ്ങളായ പ്രദേശങ്ങളിൽ നിന്ന് തൊഴിലാവശ്യാർത്ഥം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രവാസി സുഹൃത്തുക്കളായ ആളുകൾ കേരളത്തിലെ ഇസ്ലാമിക പ്രസ്ഥാനത്തെ, ഇന്ത്യയിലെ ഇസ്ലാമിക സമൂഹത്തെ, ലോകമെമ്പുമുള്ള ഇസ്ലാമിക മാർഗത്തിലുള്ള പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുകയും സഹായിക്കുകയും അതിനെയെല്ലാം സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന നിങ്ങളുടെ വിശാലമായ ഈ മനസ്സ്, ഇസ്ലാമിനോടുള്ള ഈ പ്രതിബദ്ധത, ഈ സ്നേഹം അല്ലാഹു ഏറ്റമേറ്റം വർദ്ധിപ്പിച്ചു തരികയും നമ്മുടെ ഹിദായത്തിൽ അല്ലാഹു അഭിവൃദ്ധി പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാകട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ ദുഃഖം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഇന്ന് ജുമാ നമസ്കാരത്തിന് ശേഷം നടന്ന ജനാസ നമസ്കാരത്തിൽ പങ്കെടുക്കുകയുണ്ടായി. 10-20ഓളം വരുന്ന കേരളത്തിലെ നമ്മുടെ സഹോദരന്മാർ വാർദ്ധക്യത്തിൽപ്പെട്ട് മരിച്ചവരല്ല, രോഗം കൊണ്ട് മരിച്ചവർ മാത്രമല്ല, ആകസ്മികമായ നിര്യാണത്തിന് വിധേയമായവർ, വലിയ അപകടങ്ങളിൽപ്പെട്ട ആളുകൾ. ഇതൊക്കെ ഇവിടെ നിന്നുകൊണ്ട് കാണുന്ന, ബന്ധുക്കൾ മരിക്കുന്നത് വേദനയോടെ കാണുന്ന, പിതാവ് മരിച്ചാൽ പോകാൻ കഴിയാത്ത, ഭാര്യയുടെ ജനാസയിൽ പങ്കെടുക്കാൻ കഴിയാത്ത, മക്കളുടെ വേദനകളിൽ പങ്കെടുക്കാൻ കഴിയാത്ത, ഇത് ജീവിതത്തിന് വേണ്ടിയിട്ടാണ്. ഈ ജീവിതത്തിനിടയിൽ ഇസ്ലാമിനെ സ്നേഹിക്കുവാനുള്ള, ഇസ്ലാമിനെ കേൾക്കുവാനുള്ള, അതിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്നവരെ സ്നേഹിക്കുവാനുള്ള നിങ്ങളുടെ ഈ മനസ്സ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇരട്ടി പ്രതിഫലമുണ്ട്. തദ്ദേശീയരായ ഞങ്ങളുടെ ഇണകളോടൊപ്പം, ഞങ്ങളുടെ കുടുംബത്തോടൊപ്പം, ഞങ്ങളുടെ അയൽപക്കക്കാരോടൊപ്പം നിന്നുകൊണ്ട് സേഫ് സോണിലിരുന്നാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങൾ അങ്ങനെയല്ല. നിങ്ങൾ വിദൂരമായ ദിക്കുകളിൽ നിന്നുകൊണ്ട്, കുടുംബത്തിൽ നിന്നകന്ന്, ചുറ്റുപാടുകളിൽ നിന്നകന്ന്, വീട്ടിൽ നിന്നകന്ന്, അവരെ പറ്റിയുള്ള ആദീനും വ്യതയിലും തൊഴിലേർപ്പെട്ടുകൊണ്ട് അതിനിടയിൽ ഇസ്ലാമിക പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ രംഗത്ത് വന്നിരിക്കുന്നവർക്ക് എനിക്ക് വലിയ അത്ഭുതം തോന്നുകയാണ്. ഞാൻ ഇങ്ങോട്ടുള്ള യാത്രക്കിടയിൽ എന്റെ സഹയാത്രികനായിരുന്ന ആലപ്പുഴക്കാരനായ തോമസ് എന്ന് പറയുന്ന ഒരു മധ്യവയസ്കനുണ്ട്. അദ്ദേഹം കരയുകയാണ്. വർഷത്തിലൊരിക്കലാണ്, അതൊരു മാസമാണ് ലീവ്. എന്റെ പിതാവിന് 84 വയസ്സായി. അദ്ദേഹം മരണാസന്നനായി കിടക്കയിൽ കിടക്കുകയാണ്. മൂത്രത്തിന് ട്യൂബിട്ടിരിക്കുന്നു, മലത്തിന് ട്യൂബിട്ടിരിക്കുന്നു. അദ്ദേഹത്തെ പരിചരിക്കുവാൻ കഴിയുന്നില്ല. കമ്പനിയിൽ നിന്ന് എക്സ്ട്രാ ഒരു മാസം കൂടി ലീവ് എടുത്തു. ഈ ലീവ് എടുത്താൽ ജോലി നഷ്ടപ്പെടുമെന്നുള്ള കാരണത്താൽ എന്റെ ഒപ്പം അദ്ദേഹം വരുന്നുണ്ട്. ഓരോ വാക്കിലും ഓരോ കണ്ണീർ തുള്ളികൾ അദ്ദേഹത്തിന്റെ കവിളിൽ നിന്ന് വീഴുന്നുണ്ടായിരുന്നു. ഇവിടെ വന്ന് പരിചയപ്പെട്ട ചില സുഹൃത്തുക്കളുടെ മകൾ മരിച്ചിട്ട് 10, 20, 60 ദിവസം മാത്രമായ സുഹൃത്തിനെ പരിചയപ്പെട്ടു. ദുഃഖത്തിന്റെ, വേദനയുടെ, പ്രവാസത്തിന്റെ നൊമ്പരത്തിനിടയിൽ ദീനിനെ പറ്റി ചിന്തിക്കുന്ന, അതിന്റെ സദസ്സുകളിൽ ഒരുമിച്ച് കൂടുന്ന, നാട്ടിൽ നിന്നെത്തുന്ന ദീനീ പ്രവർത്തകരെ സഹായിക്കുന്ന നിങ്ങളുടെ ഈ വിശാലമായ മനസ്സിന് അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെയും ദീനിനെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ദീനിന്റെ മാർഗത്തിലുള്ള നമ്മുടെ പ്രവർത്തനങ്ങളെ അല്ലാഹു സഹായിക്കുമാറാകട്ടെ. ദീനെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്ന, ദീനിന്റെ മാർഗത്തിൽ മുന്നോട്ട് പോയ ആളുകളോടൊപ്പം ചേരുവാൻ കഴിയുന്ന വിശാലത നമ്മുടെ ഹൃദയങ്ങൾക്ക് അല്ലാഹു പകർന്നു നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വർഹംനാ ബിഅൻവാഇ റഹ്മതിക യാ അർഹമർ റഹീമീൻ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.